നമസ്കാരം. റൂട്ട് കുടുംബത്തിലെ ആ മീറ്റിംഗ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ഒരു ഡിസിഷൻ എടുത്തു. രാവിലെ ഏകദേശം ഒരു 9 മണിയോടുകൂടി റൂട്ട് കുടുംബത്തിന്റെ ആ തീരുമാനം സകല മാധ്യമങ്ങളും വഴി ആളുകളിലേക്ക് എത്തുകയാണ്. പിറ്റേ ദിവസം ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം റിവർ സിറ്റിയിൽ അതിന്റെ ഓപ്പണിംഗ് നടത്തുകയാണ്. റിവർ സിറ്റിയിൽ നടക്കുന്ന ആ ഓപ്പണിംഗ് സെറമണിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക്, സ്ഥാപനങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് ഇനി മുതൽ റൂട്ട് കുടുംബവുമായി ബന്ധമുണ്ടാകില്ല എന്നാണ് റൂട്ട് കുടുംബത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ ബോയ്കോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് റൂട്ട് കുടുംബം വ്യക്തമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഇനാഗുറേഷനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ വരെ രാവിലെ റൂട്ട് കുടുംബത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി ആ സംഭവം അറിയുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് 8 കൊല്ലങ്ങൾക്ക് മുമ്പ് അസ്തമിച്ചതാണ്. ഗ്രീവ്സ് കുടുംബത്തിലെ ആർതർ ഗ്രീ സ്ഥാപിച്ച ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി മറ്റാളുകൾ സ്വന്തമാക്കിയതാണ്. ആ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ പുനർജീവനം എങ്ങനെയാണ് റൂട്ട് കുടുംബത്തെ ബാധിക്കുക എന്ന് ആ വാർത്ത വായിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തായാലും റൂട്ട് കുടുംബം ആ സ്റ്റേറ്റിലെ നമ്പർ 1 ഫാമിലി ആയതുകൊണ്ട് ആ വാർത്തയ്ക്ക് എല്ലാ മാധ്യമങ്ങളും അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ജേനൻ പ്രൊവിൻസിനകത്തുള്ള ഒരു ചെറിയ സിറ്റി മാത്രമാണ് റിവർ സിറ്റി. അവിടെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം അറിയാത്ത ആളുകൾ വരെ സ്വാഭാവികമായിട്ടും റൂട്ട് കുടുംബത്തിന്റെ ആ ബഹിഷ്കരണ വാർത്ത അറിഞ്ഞതും ആ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞു എന്ന് പറയാം. ഈ വാർത്ത വന്ന് ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാവിലെ 10 മണിക്ക് ചൂ കുടുംബത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തിറങ്ങി. അവരും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ ബഹിഷ്കരിക്കുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ ഇനാഗുറേഷൻ സെറമണിയിൽ പങ്കെടുക്കുന്നത് ആരാണെങ്കിലും അവർ ഇനി മുതൽ ചൂ കുടുംബത്തിന്റെ എതിരാളികളാണ്. വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ചൂ കുടുംബത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്നത്. ചൂ കുടുംബത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങി ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞതും ഷാവോ കുടുംബത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു. അവരും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ ബോയ്കോട്ട് ചെയ്യാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ലിൻ കുടുംബത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എത്തി. അവരും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ ബോയ്കോട്ട് ചെയ്യാണ്. 4ാമത്തെ പ്രധാനപ്പെട്ട കുടുംബം വാൻ കുടുംബമാണ്. അവരുടെ സ്റ്റേറ്റ്മെന്റ് എത്തുമ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയായി. അവരും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ ബോയ്കോട്ട് ചെയ്യാനുള്ള ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. റിവർ സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കുടുംബങ്ങൾ, ചൂ കുടുംബം, ഷാവോ കുടുംബം, ലൂ കുടുംബം, പിന്നെ വാൻ കുടുംബം, അവർ 4ഉം ഇതാ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ ബോയ്കോട്ട് ചെയ്യുകയാണ്. അവർക്ക് മുന്നേ തന്നെ സാക്ഷാൽ റൂട്ട് കുടുംബവും ബോയ്കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ വാർത്തകൾ അടുപ്പിച്ചടുപ്പിച്ചിങ്ങനെ വന്നതോടുകൂടി സകല മേഖലയിലും ചർച്ച അത് മാത്രമായി മാറുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ എന്തിന് ഈ 1 ഫാമിലികൾ ബോയ്കോട്ട് ചെയ്യണം? ആർക്കും ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ല. പക്ഷേ സോഷ്യൽ മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനവധി ആളുകൾ പോസ്റ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ ഉടമകൾ 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ക്ലൗഡ് ലേക്ക് മാനറിൽ നടന്ന ആ ബാങ്കറ്റിൽ കൊല്ലപ്പെട്ട കഥ പലരും വീണ്ടും കോട്ട് ചെയ്തു തുടങ്ങി. ആ ബാങ്കറ്റിൽ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് കരുതിയിരുന്ന ആ ആർഥന്റെ മകൻ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലെന്നും അയാളാണ് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ പുനർജീവിപ്പിക്കുന്നു കഥകളും ആരൊക്കെയോ ചികഞ്ഞെടുത്ത് പോസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. നീൽ ഗ്രീ അന്നത്തെ 16 വയസ്സുകാരനല്ല, ഇപ്പോ ശക്തനായ ഒരു ചെറുപ്പക്കാരനായി മടങ്ങി വന്ന് റിവർ സിറ്റിയിൽ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് അയാളെ ഈ ശൈലിയിൽ പ്രമുഖ ഉടമകൾ എന്തിനാണ് എതിർക്കുന്നത്? ആ ഒരു ചോദ്യമാണ് നിഷ്പക്ഷമതികളായ പലരും സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പകല് ഏതൊരു പൂർണ്ണമായ ആ ഒരൊറ്റ വിഷയത്തിലേക്ക് എൻ്റെ ചർച്ചയും കേന്ദ്രീകരിച്ചു എന്ന് പറയാം. പിറ്റേ ദിവസം രാവിലെ നടക്കുന്ന ആ ഇനാഗുറേഷനെ ബോയ്കോട്ട് ചെയ്യുന്ന കുടുംബങ്ങളും അത് രണ്ടുമായി ചർച്ച ഇങ്ങനെ കൊഴുക്കുമ്പോൾ ആ തോംസൺ റെസിഡൻസിയിൽ നീല് ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ കൾട്ടിവേഷനിൽ മുഴുകിയിരിക്കുകയാണ്. സോൾ ഓപ്പണിംഗ് സ്റ്റേജിൽ 7th ലെവലിലേക്ക് കടന്നിരിക്കുന്ന നീല് ആ ലെവല് ഉറപ്പിക്കാനും ബ്രേക്കിങ്ങിനുമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റാരുടെയും ശക്തി വർദ്ധിച്ചുകൊണ്ട് കാര്യമില്ല, തന്റെ ശക്തി തന്നെയാണ് വർദ്ധിക്കേണ്ടത് എന്ന കാര്യത്തിൽ നീലിന് വേറെ സംശയമൊന്നുമില്ല. നീല് ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെതിരെ നടക്കുന്ന ആ ആക്രമണം അറിയുന്നത് പോലുമില്ല. പൂർണ്ണമായും ആ കൾട്ടിവേഷനിൽ മുഴുകിയിരുന്ന നീല് കൾട്ടിവേഷൻ സ്റ്റോപ്പ് ചെയ്ത് ഫോണ് കയ്യിലെടുക്കുമ്പോഴേക്കും വൈകുന്നേരം 7 മണിയായി. ഫോണ് കയ്യിലെടുത്ത നീല് ആ ഫോണ് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ടൺ കണക്കിന് മെസ്സേജുകളും മിസ്ഡ് കോളുകളുടെയും ഒരു നിര തന്നെ കടന്നു വരികയാണ്. ഒരുപാട് ആളുകളാണ് നീലിനെ വിളിച്ചിരിക്കുന്നത്. ലിങ്ടൺ വിളിച്ചിട്ടുണ്ട്, സോന വിളിച്ചിരിക്കുന്നു, സിയ വിളിച്ചിരിക്കുന്നു, ഷൂഷെങ്ടെ വിളിച്ചിരിക്കുന്നു, ഡ്രാഗൺ സോളിലെ ഈ കിങ് വിളിച്ചിരിക്കുന്നു, ലിബനെ വിളിച്ചിരിക്കുന്നു.
എന്ന് വേണ്ട നീലിന് പരിചയമുള്ള അനവധി ആളുകൾ നീലിനെ വിളിച്ചിരിക്കുകയാണ്. അപരിചിത നമ്പറുകളിൽ നിന്നുള്ള കോളുകളുമുണ്ട്, ഇഷ്ടംപോലെ മെസ്സേജുകളുമുണ്ട്. പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജുകൾ കണ്ട് നീല് ഷെൻഹാരിയുടെ മെസ്സേജിലേക്ക് നോക്കിയ ആ സമയത്ത് വീണ്ടും ഫോൺ റിങ് ചെയ്തു. ഫോണിൽ ഷെൻഹാരിയാണ്. നീല് കോള് കണക്ട് ആയതും ഹാരി നീലോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, അവസാനം നിങ്ങൾ ഫോൺ എടുത്തല്ലോ, താങ്ക് യു. ഏയ് ഹാരി, എന്താ സംഭവം? എന്തിനാ എന്നെ തുടർച്ചയായി വിളിച്ചിരിക്കുന്നത്? മിസ്റ്റർ ഗ്രീ, ആകെ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? നാളത്തെ നമ്മുടെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഇനാഗുറേഷൻ ബോയ്ക്കോട്ട് ചെയ്യാൻ റൂട്ട് കുടുംബവും ഈ റിവർ സിറ്റിയിലെ പ്രമുഖ കുടുംബങ്ങളായ ചൂ കുടുംബവും ലൂ കുടുംബവും വാൻ കുടുംബവും അതുപോലെ ഷവ കുടുംബവും ആഹ്വാനിച്ചിരിക്കുകയാണ്. അവർ മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനുകളും കമ്പനികളും ഒക്കെ ആ ആഹ്വാനത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. സകല ആളുകളും നമുക്കെതിരാണ്. നമുക്ക് ഇനാഗുറേഷൻ മാറ്റിവെച്ചാലോ? ഷെൻഹാരി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നീല് ഒരു നിമിഷം നിശബ്ദനായി അങ്ങനെ നിന്നു. അതിനുശേഷം ഹാരിയോടായി നീല് പറഞ്ഞു, മിസ്റ്റർ ഹാരി, താങ്കൾ ആ ഇനാഗുറേഷന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ഇനാഗുറേഷൻ മാറ്റിവെക്കുന്നില്ല. എന്തായാലും ഈ കുടുംബങ്ങളൊക്കെ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് സകലർക്കും നമ്മൾ ഇവിടെ ഉള്ള കാര്യം ഇപ്പൊ അറിയാം. നമുക്കതിനെ മാർക്കറ്റ് ചെയ്യണം. ഹാരി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഇനാഗുറേഷനോട് സഹകരിക്കാത്ത ആർക്കും പ്രോഡക്റ്റ് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടില്ല എന്ന് സ്റ്റേറ്റ്മെന്റിലൂടെ പറ. മിസ്റ്റർ ഗ്രീ, താങ്കൾ പറഞ്ഞു വരുന്നത്? ഹാരി, ഞാൻ പറഞ്ഞ പോലെ ചെയ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനോട് നിസ്സഹകരണം കാണിക്കുന്ന ആളുകളെ ഇനി ഒരിക്കലും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് സഹകരിപ്പിക്കില്ല എന്ന് വ്യക്തമാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ മിസ്റ്റർ ഗ്രീ, ഞാനത് ചെയ്യാം. അങ്ങനെ ഹാരി പറയുമ്പോഴേക്കും മറുഭാഗത്ത് നീല് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞു. നീല് ഫോൺ കട്ട് ചെയ്തതും ഹാരി അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഏതൊരാളും ഈ സാഹചര്യത്തിൽ ഇനാഗുറേഷൻ മാറ്റി വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കത്തുള്ളൂ. ഇവിടെ നീല് ഇനാഗുറേഷൻ മാറ്റി വെക്കുന്നില്ല എന്ന് മാത്രമല്ല, എതിർക്കുന്ന കക്ഷികൾക്ക് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ നിന്ന് ഒരു പ്രോഡക്റ്റും കൊടുക്കില്ല എന്ന് അനൗൺസ് ചെയ്യാനും കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ പ്രോഡക്റ്റുകൾ എന്താണെന്ന് പോലും ശരിക്കും ഹാരിക്ക് ഇതുവരെ അറിയില്ല. ഒരു പ്രോഡക്റ്റും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഹാരി കണ്ണുമടച്ച് നീൽഗിരിയെ വിശ്വസിക്കുകയാണ്. മിസ്റ്റർ ഗ്രീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു തോന്നലുണ്ടായതും ഹാരി അയാളുടെ ടീമുകൾക്ക് നീല് പറഞ്ഞതുപോലുള്ള നിർദ്ദേശം കൊടുത്തു. ഹാരി ഒരു അടിപൊളി സിഇഒ ആണ്. കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനും ഹാരിക്കുള്ള അസാമാന്യമായ ശേഷി ശരിക്കും ആരെയും ഞെട്ടിക്കും. വെറും 3 ദിവസം കൊണ്ടാണ് ആ ക്യൂൻ ഗ്രൂപ്പിനെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പായി ഷെൻഹാരി കൺവേർട്ട് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട സകല ഡോക്യുമെന്റേഷനും അതിവേഗത്തില ഹാരി നടപ്പിലാക്കിയെടുത്തത്. ഇപ്പോ നോർത്ത് നെയിം കോർപ്പറേഷന്റെ സിഇഒ ആയ ഷെൻഹാരിയാണ് ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന കാര്യം പബ്ലിക് ആയതോടുകൂടി നോർത്ത് നെയിം കോർപ്പറേഷന്റെ ഷെയറുകൾ കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ 5 കുടുംബങ്ങളും അവയോട് ബന്ധപ്പെട്ട കമ്പനികളും ഒക്കെ ഷെൻഹാരിയുടെ കമ്പനികളുമായി ബന്ധപ്പെട്ട ഷെയറുകൾ പിൻവലിച്ചു തുടങ്ങിയോടുകൂടിയാണ് ആ ശൈലിയിൽ ഒരു ട്രെൻഡ് ഉണ്ടായത്. ഷെയർ കുത്തനെ താഴേക്ക് പോകുമ്പോഴും അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ ഹാരി ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ പിറ്റേ ദിവസത്തെ ഇനാഗുറേഷന് വേണ്ടിയുള്ള ആ നടപടികളിലേക്ക് അങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തോംസൺ റെസിഡൻസിയിൽ നീല് ലിങ്ടനെ കോൺടാക്ട് ചെയ്തു. ഫോൺ കണക്ട് ആയതും ലിങ്ടന്റെ സംബോധന പതുപോലെ നീലിനെ തേടിയെത്തി. ഹോൾമാസ്റ്റർ, സകല ആളുകളും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്യണം. ഇനാഗുറേഷൻ നമ്മൾ മാറ്റിവെക്കണോ? ഹേയ്, അതിനൊന്നും ആവശ്യമില്ല ലിങ്ടൺ. ഹോൾമാസ്റ്റർ, നാളെ അപ്പോ റൈറ്റ് ടൈമിൽ തന്നെ ഇനാഗുറേഷൻ നടക്കൂലേ? നടക്കും. ഞാൻ രാവിലെ തന്നെ എത്തട്ടോ? ഏയ് ലിങ്ടൺ, അത് വേണ്ട. ഇപ്പോ നമ്മൾ തമ്മിലുള്ള റിലേഷൻ അറിയിക്കേണ്ട സമയമായിട്ടില്ല. ഈ ജിയാങ്നൻ പ്രോവിൻസിനകത്ത് ലിങ്ടൺ ഗ്രീ ഒരു പ്രത്യേകതയുള്ള അസ്തിത്വമാണ്. വൻ കുടുംബങ്ങൾ പോലും ലിങ്ടൺ ഗ്രീയെ ഒന്ന് ഭയക്കും. അയാൾ എന്താണ്, അയാളുടെ കപ്പാസിറ്റി എന്താണ് എന്നതിനെ കുറിച്ച് പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾക്കൊക്കെയും ഒരു ഭയം ലിങ്ടൺ ഗ്രീ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുകയും ചെയ്യും. ആ ലിങ്ടനെ ഇപ്പോ റിവർ സിറ്റിയിൽ അവതരിപ്പിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നീല എത്തിയിരിക്കുകയാണ്. നീല അടുത്തതായി വിളിച്ചത് ഷൂ ഷെങ്ഡെ ആണ്. കോള് കണക്ട് ആയതും ഷൂ ഷെങ്ഡെ നീലിനോട് ഈ വാർത്തകളെ കുറിച്ച് ചോദിച്ചു. നീല് ഷെങ്ഡെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം നീല് പരിചയമുള്ള നമ്പറുകളൊക്കെ വിളിച്ച് അവരുടെ ആശങ്ക അകറ്റുന്നതിനിടയിൽ അപരിചിതമായ ഒരു നമ്പറിൽ നിന്ന് ഒരു കോൾ എത്തി. മിസ്റ്റർ നീൽഗ്രി, ഇനാഗുറേഷൻ നാളെ കൃത്യസമയത്ത് തന്നെ നടക്കൂല്ലോ അല്ലേ? തീർച്ചയായും. അങ്ങനെ പറഞ്ഞ് നീല് കോൾ കട്ട് ചെയ്തു. തികച്ചും അപരിചിതമായ ആ നമ്പറിൽ നിന്ന് നീലിനോട് ആ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് ശരിക്കും ഗാംഭീര്യമുള്ള ഒരു ശബ്ദമാണ് ഉണ്ടായിരുന്നത്. ആ ആൾ ആരാണെന്നോ എന്താണെന്നോ ചോദിക്കാനൊന്നും നീല് നിന്നില്ല എന്നാണ് വാസ്തവം. നീല് ലിബിനെയും ഈക്കിങ് ഉൾപ്പെടെ എല്ലാ ആളുകളെയും വിളിച്ച് കാര്യം പറഞ്ഞതിന് ശേഷം വിളിക്കാനുള്ള ബാക്കി പേരുകളിലേക്ക് നോക്കി.
ഇനി വിളിക്കാനുള്ളത് സാക്ഷാൽ സോനയും പിന്നെ സിയുമാണ്. അവരെ ഫോണിൽ വിളിക്കുന്നതിന് പകരം നേരിൽ കാണുന്നതാണ് നല്ലത്. അങ്ങനെ തീരുമാനിച്ച നീല് തോംസൺ റെസിഡൻസിൽ നിന്ന് നേരെ ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റ്സിലേക്ക് തിരിച്ചു. നീല് ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റിലേക്ക് കടക്കുമ്പോൾ അവിടെ ഹാളിൽ ഇരിക്കുകയാണ് സാക്ഷാൽ സിയ റൂട്ട്. നീലിനെ സിയ കണ്ടു. ബാത്റൂമിൽ ശബ്ദം കേൾക്കുകയാണ്. സോന ബാത്റൂമിലാണ്. നീലിനെ കണ്ടതും സിയ നീലിനോട് പറഞ്ഞു, ആ നീൽ, നീ മടങ്ങിയെത്തിയല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അവള് ചാടി എണീറ്റ് നീലിന്റെ അടുത്തേക്ക് വന്നു. നീൽ, സോറി. എന്തിന്? നീൽ, എന്റെ അമ്മ നീലിനെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അമ്മയെ ഇന്ന് പലതവണ വിളിച്ചിരുന്നു. നീലിന്റെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെതിരായിട്ട് അമ്മ നടത്തുന്ന ആ പോരാട്ടം മതിയാക്കാനാണ് ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ പോരാട്ടം മതിയാക്കണമെങ്കിൽ ഞാൻ അമ്മയ്ക്കൊപ്പം മടങ്ങണമെന്ന് അമ്മ എന്നോട് പറഞ്ഞത്. നീലിനെ ഉപേക്ഷിച്ചിട്ട് റൂട്ട് കുടുംബത്തിലേക്ക് സിയ മടങ്ങി ചെന്നാൽ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെതിരായിട്ടുള്ള റൂട്ട് കുടുംബത്തിന്റെ ആ അറ്റാക്ക് അവര് പിൻവലിക്കും. വളരെ വ്യക്തമാണ് സിയുടെ അമ്മയുടെ സ്റ്റാൻഡ്. സിക്ക് പക്ഷേ അവളുടെ അമ്മയുടെ ഒപ്പം പോകാൻ ഒരു വല്ലാത്ത മടിയുണ്ട്. അതിന് അവൾക്ക് അവളുടേതായ കാരണങ്ങളുമുണ്ട്. സിയുടെ അവസ്ഥ ശരിക്കും നീലിന് മനസ്സിലാവുകയും ചെയ്തു. നീല് സിയോട് പറഞ്ഞു, ഏയ് സിയ, താങ്ക് യു. അമ്മ ഒരുപാട് നിർബന്ധിച്ചിട്ടും സിയ അമ്മയോടൊപ്പം പോവാതെ എന്നോടൊപ്പം നിന്നല്ലോ, അതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. സിയ, പിന്നെ നീ മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ സിയുടെ സ്ഥാനം നഷ്ടമായതിൽ സങ്കടപ്പെടുന്നു വേണ്ട. നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ അതേ പൊസിഷൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഏയ് സിയ, നിനക്ക് എന്നോട് താങ്ക്സ് പറയാൻ തോന്നുകയാണെങ്കിൽ താങ്ക്സ് വെറുതെ പറയണ്ട, എനിക്കൊരു ഉമ്മ നൽകിയാൽ മതി. സിയെ ഒന്ന് ചൊടിപ്പിക്കാനായിട്ടാണ് നീല് അങ്ങനെ പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് നീലിനെ അമ്പരപ്പിച്ചുകൊണ്ട് നീലിന്റെ അടുത്ത് നിൽക്കായിരുന്ന സിയ കെട്ടിപ്പിടിച്ച് നീലിന്റെ കവിളിലൊരു ഉമ്മ വെച്ചു. നീല് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നീലിനെ കിസ് ചെയ്തിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ സിയ അടുക്കള ഭാഗത്തേക്ക് നടക്കുകയാണ്. ആ അടുക്കളയുടെ അടുത്തുള്ള ഡൈനിങ് ടേബിളിന് സമീപത്തായി ഒരു ഫ്രിഡ്ജ് ഉണ്ട്. അതിനകത്തുനിന്ന് വൈന് പുറത്തെടുത്ത സിയ ആ വൈൻ 2 ഗ്ലാസ്സുകളെടുത്ത് അതിലേക്ക് പകർന്നു. അവൾ ആ 2 ഗ്ലാസ്സുകളുമായി നീലിന്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. സിയ നീലിന്റെ അടുത്തുനിന്ന് നടന്നു പോയി ആ വൈൻ എടുത്ത് ഗ്ലാസ്സിൽ നിറയ്ക്കുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ നീല് കാണുന്നുണ്ട്. പക്ഷെ നീൽ അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. നീൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സിയ തന്നെ കെട്ടിപ്പിടിച്ച് തന്റെ കവിളിൽ ഉമ്മ വയ്ക്കുമെന്ന്. കണ്ണു തുറച്ച് നിൽക്കുന്ന നീലിന്റെ ഷോൾഡർ ഒന്ന് തട്ടിയിട്ട് സിയ ഒരു വൈൻ ഗ്ലാസ് നീലിന്റെ കയ്യിലേക്ക് വെച്ചു. അതിനുശേഷം അവള് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിലേക്ക് അവൾ നടന്നതും നീല് അവൻ പോലും അറിയാതെ അവളെ അനുഗമിക്കുകയാണ്. അവർ രണ്ടുപേരും ആ ബാൽക്കണിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ സിയ നീലിനോട് പറഞ്ഞു, നീൽ, നിനക്ക് ശരിക്കും എന്നെ മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നീൽ, നീ ഇപ്പോ യുദ്ധം ചെയ്യുന്നത് ആരോടാണെന്ന് നിനക്ക് കൃത്യമായി അറിയില്ല. എൻ്റെ റൂട്ട് കുടുംബം ഈ ജാങ്നൻ പ്രൊവിൻസിൽ എല്ലാ തലത്തിലും ആഴത്തിൽ വേരുകളുള്ള ഒരു കുടുംബമാണ്. അവരുടെ പ്രസ്ഥാനങ്ങളോട് എതിരിടാൻ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ നീ എൻ്റെ അമ്മയോട് എനിക്ക് വേണ്ടി സംസാരിച്ചപ്പോഴും അമ്മ വെച്ച കണ്ടീഷനെ മറികടക്കാൻ 6 മാസത്തെ സമയം ചോദിച്ചപ്പോഴും ഞാൻ യഥാർത്ഥത്തിൽ അതൊരു തമാശയായിട്ടാണ് കരുതിയത്. പക്ഷെ ഇപ്പോൾ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ അമ്മ നേരിടുന്ന കാണുമ്പോൾ എനിക്കും എന്തോ ഒരു ആവേശം തോന്നുകയാണ്. നീൽ, ഞാൻ പണം ഒരുപാടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന കുട്ടിയാണ്. ശരിക്കും നിങ്ങൾ വിചാരിക്കും പണം എല്ലാത്തിനും ഒരു പരിഹാരമാണെന്ന്. പക്ഷെ നീൽ, ഞാൻ പറയട്ടെ, പണമൊന്നും ഇല്ലാതിരിക്കുന്ന നല്ലത്. ഇവിടെ സോനെ കണ്ടിട്ടില്ലേ, എന്ത് സന്തോഷത്തിലാണ് അവിടെ കഴിയുന്നത്. ഇപ്പോൾ സോനയ്ക്കൊപ്പം ഇവിടെ കഴിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും സന്തോഷം അനുഭവിക്കുന്നത്. സോനയ്ക്കും നീലിനും ഒപ്പം ഇവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരാളായി മാറുകയാണ്. ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയായി ഞാൻ മാറിയിരിക്കുകയാണ്. നീൽ, ഞാൻ ഈ സ്വാതന്ത്ര്യമൊക്കെ വിട്ട് അമ്മയ്ക്കൊപ്പം പോയാൽ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെതിരെയുള്ള അമ്മയുടെ എല്ലാ അറ്റാക്കും അവസാനിക്കും. എനിക്കതറിയാം. ശരിക്കും ഞാൻ അതാണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയാം. സോയ അത്രയും കാര്യങ്ങൾ പറഞ്ഞതും നീല് സോയോട് പറഞ്ഞു, ഹേയ് സോയ, വിട്ടേക്ക്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നീലത് പറയുമ്പോൾ സോയുടെ മുഖത്തൊരു പുഞ്ചിരി വിരികയാണ്. അവള് മാഗ്നിഫിഷൻ ഗ്രൂപ്പ് എന്ന ആ അടിപൊളി കമ്പനിയെ റിവർ സിറ്റിയിൽ എല്ലാവരും അറിയുന്ന ഒരു കമ്പനിയായി വളർത്തിയെടുത്തപ്പോൾ അവൾക്ക് ഒരു കമ്പനി എങ്ങനെയാണ് വളർത്തേണ്ടതെന്നും അതിന്റെ ബിസിനസ് പ്ലാനുകൾ എങ്ങനെ ഉണ്ടാക്കണമെന്നും എങ്ങനെയാണ് എതിരാളികളെ നേരിടേണ്ടതെന്നും ഒക്കെ നന്നായി അറിയാമായിരുന്നു. അവൾക്ക് അതിനുള്ള കരുത്ത് ലഭിച്ചത് അവരുടെ കുടുംബത്തിൽ നിന്ന് അവൾക്ക് ലഭിച്ച ആ എക്സ്പീരിയൻസ് ആണ്. അതൊന്നുമില്ലാത്ത നീല് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ വെറുതെ പറയുന്നതാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ ഇപ്പൊ നീലിനോട് പറഞ്ഞാൽ നീലിനെ അത് ഹർട്ട് ചെയ്യും. അതറിയാവുന്ന സിയ നീല് നോക്കി ഒന്ന് പുഞ്ചിരിക്ക് മാത്രം ചെയ്തു. അവളുടെ പുഞ്ചിരി കണ്ടതും നീല് അവളോട് പറഞ്ഞു, സിയ, നിനക്ക് ഞാൻ വാക്ക് നൽകിയതാണ്.
നിന്റെ ഇഷ്ടമില്ലാതെ ഒരാളും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകില്ല, അത് ഞാൻ പാലിക്കും. നീല് അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് സിയ മുന്നോട്ട് വന്ന് നീലിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. നേരത്തെ നീലിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച സിയ വീണ്ടും നീലിനെ ആലിംഗനം ചെയ്തപ്പോ നീല് ഒന്നും ഇടാതെ നിൽക്കുകയാണ്. ഇപ്പൊ അവർ രണ്ടുപേരും നിൽക്കുന്നത് ബാൽക്കണിയിലാണ്. റോഡിന് എതിർവശത്തുള്ള ബിൽഡിംഗിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ രംഗം കൃത്യമായി കാണാൻ പറ്റും. ഈ ജിയാങ്ഡൺ പ്രോവിൻസിലെ ഏറ്റവും പ്രമുഖ കുടുംബമായ റൂട്ട് കുടുംബത്തിലെ ദ ഒണൻഡുള്ളി സിയ റൂട്ടാണ് പരസ്യമായി ഒരു ചെറുപ്പക്കാരനെ ആ ബാൽക്കണിയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോ നീല് സിയോട് പറഞ്ഞു, സിയ റോഡാണ്. അത് കേട്ടതും സിയ നീലിന്റെ പുറത്ത് കൈയെടുത്തു. അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത ചമലുണ്ട്. അവള് ചിരിച്ചുകൊണ്ട് ആ വരാന്തയിൽ നിന്ന് വീടിനകത്തേക്ക് കിടക്കുമ്പോൾ സോന കുടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സിയുടെ മുഖത്തെ കുസൃതി കലർന്ന ആ പുഞ്ചിരി സ്വാഭാവികമായും സോനയുടെ ശ്രദ്ധപ്പെടുകയും ചെയ്തു. ഹേയ് സിയ, എന്തു പറ്റി? നീ എന്തോ ആലോചിച്ച് ചിരിക്കുകയാണല്ലോ. ഒന്നുമില്ല, നീലിന്റെ ഓരോ തമാശകൾ കേട്ട് ചിരിച്ചു പോയതാണ്. അപ്പോഴാണ് സോന നീല് വന്നത് കണ്ടത്. എന്നാലും ആ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ മൂവർ സംഘത്തിന്റെ ചർച്ച പിറ്റേന്ന് നടക്കുന്ന ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഇനാഗുറേഷനായി മാറി. റൂട്ട് കുടുംബത്തിന്റെ എതിർപ്പ് മറ്റു കുടുംബങ്ങളെ കൂടി ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ എതിർക്കാൻ പ്രാപ്തരാക്കിയിരിക്കുകയാണ്. ആ ഒരു ധാരണ സോനയ്ക്കുമുണ്ട്, അതുപോലെ സിയയ്ക്കുമുണ്ട്. അവർ രണ്ടുപേരും ആ കാര്യം നീലിനോട് പങ്കുവെച്ചപ്പോൾ നീല് അവരോട് പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നേരെ പിറന്നു രാവിലെ 8 മണി. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ കൂറ്റൻ ബിൽഡിങ്ങിന് മുന്നിൽ സാക്ഷാൽ ഷെൻഹാരി അങ്ങനെ നിൽക്കുകയാണ്. ഷെൻഹാരിയുടെ അപ്പുറവും ഇപ്പുറവുമായി സുന്ദരികളായ യുവതികളെ അവിടെ നിർത്തിയിട്ടുണ്ട്. വരുന്ന ആളുകളെ സ്വീകരിക്കാനാണ് ആ യുവതികളെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അവരൊക്കെ ഈ നോർത്ത് നെയിം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിരിക്കുന്നവരാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന ഷെൻഹാരി മുൻവശത്തുള്ള റോഡിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ റോഡിന്റെ എതിർഭാഗത്ത് 8 മണിയായപ്പോൾ തന്നെ ഒത്തിരിയേറെ ആളുകൾ വന്ന് കൂടിയിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മുതിർന്ന ആളുകളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. ക്യാമറകളുമായി ഇഷ്ടംപോലെ ആളുകൾ നിൽക്കുകയാണ്. പക്ഷെ അവരാരും റോഡ് മുറിച്ച് കടന്ന് ഇപ്പുറത്ത് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഭാഗത്തേക്ക് വരുന്നില്ല. ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ചൂസരനെയും കാണാം. ചൂസരൻ ആ കാഴ്ച കാണാൻ എത്തിയിരിക്കുകയാണ്. അവള് സ്കൂളിൽ വെച്ച് അപമാനിച്ചു വിട്ട നീൽ ഗ്രീ ഒരിക്കൽ കൂടി അപമാനിതനാകുന്ന ആ രംഗം കാണാനാണ് അവള് എത്തിയിരിക്കുന്നത്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെതിരായിട്ടുള്ള ബോയ്ക്കോട്ട് ആഹ്വാനം എല്ലാ ആളുകളും അറിഞ്ഞിരിക്കുന്നുണ്ട്. ആ ആഹ്വാനം എത്രത്തോളം ഫലവത്താകുമെന്ന് അറിയാൻ വേണ്ടിയാണ് പല ആളുകളും എത്തിയിരിക്കുന്നത്. അങ്ങനെ എത്തിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഒരു അജണ്ട ഇപ്പോൾ ഉണ്ട്. ഇനാഗുറേഷന്റെ അന്ന് തന്നെ പൂട്ടപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ കമ്പനി എന്ന പേരിൽ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ അവതരിപ്പിക്കാനായി അവർ മാറ്റർ വരെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. രാവിലെ 9 മണിക്കാണ് ഇനാഗുറേഷൻ. ഒരാൾ പോലും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ 9 മണിക്കുള്ള ആ ഇനാഗുറേഷന് വേണ്ടി എത്തില്ല എന്ന് മിക്കവാറും എല്ലാവരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം വളരെ വളരെ വ്യക്തമാണ്. കൃത്യം 9 മണിയാകുമ്പോൾ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ചിത്രം എടുക്കണം. ഒരാൾ പോലും ഇനാഗുറേഷൻ എത്താത്ത ലോകത്തിലെ ആദ്യത്തെ ഇനാഗുറേഷൻ, അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കണം ആ ചിത്രം പത്രങ്ങളിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. TV ന്യൂസിലും സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ അത് കത്തിപ്പടരണം. അങ്ങനെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് ഉദ്ഘാടന ദിവസം തന്നെ മരണപ്പെടുകയും വേണം. ആ ഒരു നിർദ്ദേശം നടപ്പിലാക്കുന്നതിന്റെ ഒരു ത്രില്ലിലാണ് യഥാർത്ഥത്തിൽ ആ പത്രലേഖരെല്ലാം. എല്ലാവരും അങ്ങനെ കാത്തു നിൽക്കുകയാണ്. മറുഭാഗത്ത് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിൽ സാക്ഷാൽ ഷെൻഹാരി നിർദ്ദിവേഷനായി, നിശബ്ദനായി, എന്നാൽ ഗൗരവഭാവത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. ഒരാൾ പോലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഒരുപാട് വാഹനങ്ങൾ ആ റോഡിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. വാഹനങ്ങൾ ദൂരെ നിന്ന് വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെ ഷെൻഹാരി ആ വാഹനം വരുന്ന ദിക്കിലേക്ക് നോക്കും. പക്ഷെ ആ വാഹനങ്ങളൊന്നും തന്നെ ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിൽ നിർത്താതെ അങ്ങ് കടന്നു പോവുകയാണ്. ഇപ്പോ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിൽ ഒരേ ഒരു ആളെ ഉള്ളൂ, അത് ഷെൻഹാരിയാണ്. പുറകെ നിൽക്കുന്ന പമ്പിളരൊക്കെ ഷെൻഹാരി ഏർപ്പാടാക്കിയിരിക്കുന്ന ആളുകളാണ്. നീലിനെ പോലും കാണാനില്ല. നോർത്ത് നെയിം കോർപ്പറേഷന്റെ CEO ആയ ഷെൻഹാരി ഇതാ ഒറ്റയ്ക്ക് സകല പ്രതിസന്ധികളെയും നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഷെൻ ആലോചിക്കുമ്പോഴേക്കും അവിടേക്ക് ഒരാള് നടന്നു വന്നു. ആ ആളെ കണ്ടപ്പോൾ ഷെൻഹാരിക്ക് വലിയ സന്തോഷമായി. അയാളുടെ സുഹൃത്താണ് ആ നടന്നു വരുന്ന ആള്. അയാളെ കണ്ടതും ഹാരിക്ക് ഒരുപാട് സന്തോഷമായി. യുവാൻ, നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഹാരി പറഞ്ഞതും യുവാൻ ഹാരിയുടെ അടുത്തെത്തി. ഹാരിയുടെ അടുത്തെത്തിയ യുവാൻ ഹാരിയോട് പറഞ്ഞു, ഹാരി, ശരിക്കും ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് നിന്നെ ഒന്ന് ഉപദേശിക്കാനാണ്. നിനക്ക് എന്താ പറ്റിയത്? നീ നോർത്ത് നെയിം കോർപ്പറേഷന്റെ CEO ആണ്. ഒരു വലിയ സ്ഥാപനമായി നോർത്ത് നെയിം കോർപ്പറേഷനെ നീ വളർത്തിയെടുത്തതാണ്. എന്നിട്ടിപ്പോ എന്തായി ചെയ്യുന്നത്? കേട്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെ വാക്കുകൾ വിശ്വസിച്ച് അവന് വേണ്ടി
ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് തുടങ്ങുക, എന്നിട്ട് ഈ എൻഡ് റിവർ സിറ്റിയും എതിരാക്കുക. ഇത് നിന്റെ പ്രസ്ഥാനത്തെ മുച്ചൂടും മുടിക്കുമെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഹാരി, സമയം ഇനി താമസിച്ചിട്ടില്ല. ഈ നിമിഷം നീ ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പുമായി നിനക്കുള്ള ബന്ധം വിച്ഛേദിച്ച് ഇറങ്ങിയാൽ നിനക്ക് നിന്റെ നോർത്ത് നൈൻ കോർപ്പറേഷൻ രക്ഷിക്കാൻ പറ്റും. യുവാൻ എന്ന ആ സുഹൃത്ത് പറഞ്ഞ ഡയലോഗുകൾ കേട്ടതും ഹാരി യുവാന്റെ നേരെ തട്ടിക്കേറി. യുവാൻ, നീ ഈ ഡയലോഗ് പറയാനായി ഇവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ കരുതി എന്റെ ബാല്യകാല സുഹൃത്തായതുകൊണ്ട് എന്നോടൊപ്പം നീ നിൽക്കുമെന്നോ? നീ ഞാൻ വീഴുന്നത് കണ്ടപ്പോ എന്റെ മുകളിൽ കരുതുന്നത് ചവിട്ടാൻ ശ്രമിക്കാണല്ലേ? കടക്ക് പുറത്ത്. അങ്ങനെ പറഞ്ഞിട്ട് ഹാരി യുവാനെ ബലമായി അവിടെ തള്ളി മാറ്റുകയാണ്. യുവാനെ ഹാരി തള്ളിയതും യുവാൻ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറിയിട്ട് ഹാരിയോട് പറഞ്ഞു, ഹാരി, നിനക്ക് ഇപ്പോഴും നിന്റെ പതനത്തിന്റെ ആഴം എത്രയാണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ നീ ഈ ശൈലി പെരുമാറുന്നത്. അങ്ങനെ പറഞ്ഞ ആ യുവാൻ ആ ബിൽഡിങ്ങിന് മുന്നിൽ നിന്ന് നടന്ന് റോഡ് കുറുകെ മുറിച്ച് കടന്ന് മറുഭാഗത്ത് എത്തുമ്പോൾ അവിടെ ചൂസരനുണ്ട്. ചൂസറിന്റെ അടുത്തെത്തിയ യുവാൻ ചൂസറിനോട് പറഞ്ഞു, മാഡം ചൂ, ഞാൻ ആ ഹാരിയോട് പറഞ്ഞു നോക്കി, അയാൾ കേൾക്കുന്നില്ല. അത് കേട്ടതും ചൂസരൻ പറഞ്ഞു, സാരമില്ല, അയാളുടെ നോർത്ത് നൈൻ കോർപ്പറേഷനും ഇനി അധികം ആയുസ്സുണ്ടാവില്ല. ചൂ കുടുംബവും ബാക്കിയുള്ള പ്രമുഖ കുടുംബങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കുമ്പോൾ നോർത്ത് നൈൻ കോർപ്പറേഷന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന കാര്യം ചൂസരന് നന്നായിട്ട് അറിയാം. ഈ സമയത്താണ് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിലേക്ക് നീൽഗിരി നടന്നു വരുന്നത്. ഒറ്റയ്ക്ക് കൈവീശി അങ്ങനെ നടന്നു വരികയാണ് നീല്. ഹാരിയുടെ അടുത്തെത്തിയതും ഹാരി നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ആരും വന്നിട്ടില്ല, നമ്മുടെ ഇനാഗുറേഷൻ പാളിപ്പോവുക. ഏയ്, അങ്ങനെ സംഭവിക്കില്ല, ആരെങ്കിലുമൊക്കെ വരും, നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞ നീലും ഹാരിക്കൊപ്പം അവിടെ ആ ബിൽഡിങ്ങിന്റെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് റിവർ സിറ്റിയിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പുരാതന ബിൽഡിങ്ങിൽ ഒരു ബോക്സിംഗ് തലയണയിലേക്ക് ഒരു പ്രായമുള്ള മനുഷ്യൻ ആഞ്ഞാഞ്ഞിടിക്കുകയാണ്. അയാൾ 2 കൈ കൊണ്ടും ആ തലയണയിലേക്ക് ഇങ്ങനെ ആഞ്ഞാഞ്ഞിടിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് 3 ആളുകൾ. ആ പ്രായമുള്ള മനുഷ്യന്റെ ആ പ്രാക്ടീസ് കഴിയാൻ വേണ്ടിയാണ് അവർ കാത്തു നിൽക്കുന്നത്. ഏകദേശം ഒരു 7-8 മിനിറ്റ് ആ പ്രാക്ടീസ് അങ്ങനെ തുടർന്ന് കാണും. പ്രാക്ടീസ് നിന്നതും ആ പ്രായമുള്ള മനുഷ്യൻ അവിടെ നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു, അപ്പോ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ ബോയ്ക്കോട്ട് ചെയ്യാനാണ് സകലരുടെയും തീരുമാനമല്ലേ? അതെ മിസ്റ്റർ ബ്രൗൺ, അങ്ങനെയാണ് ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോ? മിസ്റ്റർ ബ്രൗൺ, അങ്ങ് പറയുന്ന പോലെ ചെയ്യാം. അത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? ഉടൻ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ എത്ത. അങ്ങനെ ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞതും ആ 3 പേരിൽ 2 പേർ ഉടൻ തന്നെ അദ്ദേഹത്തെ വണങ്ങിയിട്ട് അതിവേഗം പുറത്തേക്ക് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞതും ആ പ്രായമുള്ള മനുഷ്യന്റെ തൊട്ടു മുന്നിലിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ആ പ്രായമുള്ള മനുഷ്യനോട് ചോദിച്ചു, അച്ഛാ, നമ്മൾ നീലിന് വേണ്ടി റൂട്ട് കുടുംബത്തെ പിടക്കുന്നത് ശരിയാകുമോ? ഏയ് ഗാരി, നീ ഇന്നലെ കൃത്യമായും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നീൽഗിരിയുടെ ആ മാർഷൽ ആർട്സ് സ്ട്രെങ്ത് ആണ്. ഇന്നലെ ആ ഷൂ സ്ട്രെങ്തൊപ്പം ആശുപത്രിയിലേക്ക് നീൽ എത്തിയപ്പോൾ നീലിനെ ആശുപത്രിക്ക് അകത്തേക്ക് കടത്താതെ തടഞ്ഞു നിർത്തിയ ഗാരി ബ്രൗൺ ആ സമയത്ത് നീലിന്റെ ആ ഓറ കറക്റ്റായി ഓർക്കുന്നുണ്ട്. ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആ ചെറുപ്പക്കാരനെന്ന് അപ്പോൾ തന്നെ അയാൾക്ക് തോന്നിയതുമാണ്. നീൽഗിരി അദ്ദേഹത്തിന്റെ അച്ഛൻ കിടന്ന ആ മുറിയിലേക്ക് കടക്കുന്ന സമയത്ത് ആ ഡോറ് ക്ലോസ്ഡ് ആയി. ആ ഡോറിനെ അതിശക്തമായ ഒരു പവർ ഉപയോഗിച്ചാണ് നീല് ക്ലോസ് ചെയ്തത്. ആ ഡോർ തുറക്കാനായി ആർമി ജനറൽ കൂടിയായ ഗാരി ബ്രൗൺ കാര്യമായ ഒരു ശ്രമം നടത്തിയെങ്കിലും ആ ഡോർ തുറക്കാൻ അദ്ദേഹത്തിന് പറ്റിയിരുന്നില്ല. ആ കാര്യം ഇപ്പോൾ ഗാരി ബ്രൗണിന്റെ ഓർമ്മയിലുണ്ട്. അവൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഗാരി ബ്രൗണിന്റെ പിതാവ് ഫിലിപ്സ് ബ്രൗൺ ഗാരിയോട് പറഞ്ഞു, ഗാരി, അകത്ത് എന്നെ നീൽ ചികിത്സിച്ചപ്പോൾ നീലിന്റെ ആ പവറും ഞാൻ കണ്ടു. ഒരു മിറാക്കിൾ ഡോക്ടറാണ് യഥാർത്ഥത്തിൽ നീൽ. അയാൾ മിറാക്കിൾ ഡോക്ടറുമാണ്, അതേസമയത്ത് മാർഷൽ ആർട്സ് ഗ്രാൻഡ് മാസ്റ്ററുമാണ്. ഇത് രണ്ടും കൂടി ഒരാളിൽ എപ്പോഴെങ്കിലും യോജിക്കുന്നതായി നീ കണ്ടിട്ടുണ്ടോ? ഒരേ സമയത്ത് മിറാക്കിൾ ഡോക്ടറും അതേസമയത്ത് ഗ്രാൻഡ് മാസ്റ്ററും. കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം ഇവിടെ ഒരാളിൽ ഒന്നു ചേർന്നിരിക്കുകയാണ്. ഗാരി, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. നീലിന് വേണ്ടി വന്നാൽ റൂട്ട് കുടുംബത്തെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. നീ ഞാൻ പറഞ്ഞത് ചെയ്തിട്ടുണ്ടല്ലോ. അച്ഛാ, അതല്ല, ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവന്റെ അച്ഛൻ പറഞ്ഞനുസരിച്ച് കാര്യങ്ങളൊക്കെ താൻ ചെയ്തിട്ടുണ്ടെന്ന് ഗാരി പറയുമ്പോഴേക്കും അവിടെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിലേക്ക് 2 സുന്ദരികൾ നടന്നു വരികയാണ്. ശരിക്കും അതിസുന്ദരികളായ ആ 2 യുവതികളുടെയും കയ്യിൽ ഫ്ലവർ ബൊക്കകളുണ്ട്. റോഡിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന പത്രക്കാരും മാധ്യമ പ്രവർത്തകരും കാണികളും ഒക്കെ ഇപ്പോ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഇതുവരെ ഒരു കുഞ്ഞു പോലും ആ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായ
ആ യുവാൻ മാത്രം ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ അടുത്തുവരെ പോയി അവിടെ നിൽക്കുന്ന ഹാരിയോട് സംസാരിച്ചിട്ട് തിരിച്ചു പോകുന്നത് മാധ്യമപ്രവർത്തകർ കണ്ടതാണ്. അതല്ലാതെ ഒരു കുഞ്ഞു പോലും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല. അപ്പോഴാണ് ഇതാ അതിസുന്ദരികളായ രണ്ട് യുവതികൾ കയ്യിൽ ഫ്ലവർ ബൊക്കകളുമായി ആ ബിൽഡിംഗ് നേരെ നടന്നു വരുന്നത് മാധ്യമ പ്രവർത്തകർ കാണുന്നത്. മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് അതൊരു വിരുന്നായി മാറി. ആ ഫോട്ടോഗ്രാഫേഴ്സ് ഓടി നടന്ന് അവർ രണ്ടുപേരുടെ ഫോട്ടോ എടുക്കുകയാണ്. അതിൽ ഒരാൾ സാക്ഷാൽ സിയ റൂട്ടാണ്, മറ്റത് സോന സൺ. രണ്ട് കിടിലം സുന്ദരികൾ. സിയ റൂട്ട് ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ ബോയ്ക്കൗട്ട് ചെയ്യണമെന്ന് ആഹ്വാനം കൊടുത്ത ആ റൂട്ട് കുടുംബത്തിലെ കിരീടം വയ്ക്കാത്ത രാജകുമാരിയുമാണ്. അവളെന്തിനാ ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിലേക്ക് നടക്കുന്നത്? അങ്ങനെ ഒരു ചിന്ത ആ മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അവരതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും സിയും സോനയും നടന്ന് നീലിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. നീലിനെ നോക്കി ചിരിച്ചുകൊണ്ട് സിയ നീലിനോട് പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻ മിസ്റ്റർ നീൽ, നിങ്ങളുടെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. അങ്ങനെ പറഞ്ഞ സിയ ആ ഫ്ലവർ ബൊക്കെ അവിടെ ബൊക്കകൾ വെക്കുന്ന സ്ഥലത്ത് വെച്ചു. അതുപോലെ തന്നെ സോനയും നീലിന് ആശംസകൾ അർപ്പിച്ചിട്ട് ആ ബൊക്കെ ആ ബിൽഡിങ്ങിനെ മറുഭാഗത്ത് വെച്ചു. രണ്ട് ഭാഗത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ ആ ബൊക്കെ വാങ്ങിച്ച് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം സിയ മുന്നിലേക്ക് കയറി നീലിന്റെ തൊട്ടു പുറകിൽ നിന്നു. അതുപോലെ തന്നെ സോനയും. ഇപ്പോ റോഡ് നിൽക്കുന്ന ആളുകൾക്ക് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിൽ 4 പേർ ആളുകളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് വ്യക്തമായി കാണാം. ഷെൻഹാരി, നീൽ ഗ്രീ, സിയ റൂട്ട്, പിന്നെ സോന സൺ. ആ 4 പേരുടെ ഫോട്ടോകൾ അതിവേഗം ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർ എടുക്കുകയാണ്. അവിടെ അങ്ങനെ നിൽക്കുമ്പോഴും സോനയ്ക്ക് സിക്കും ഒരു കാര്യം അറിയാം. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിൽ അവർ രണ്ടുപേരും അല്ലാതെ പിന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നീലും സാക്ഷാൽ ഷെൻഹാരിയുമാണെന്ന്. അത് എന്തായാലും നടന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു കാര്യം ഉറപ്പായി സംഭവിക്കുമെന്നും സോനയ്ക്കറിയാം. അത് അവളുടെ ജോലിയുമായി ബന്ധിപ്പിച്ചാണ്. റൂട്ട് കുടുംബത്തിന്റെ അധീനതയിലുള്ള മാഗ്നിഫിഷൻ ഗ്രൂപ്പിലെ മാർക്കറ്റിംഗ് ഡയറക്ടറാണ് സോന സൺ. റൂട്ട് കുടുംബം ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനിയുടെ ഇനാഗുറേഷനിൽ അവൾ പങ്കെടുത്താൽ ഉറപ്പായും അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സോന നീലിന്റെ തൊട്ടുപുറകിൽ നിൽക്കുന്നത്. സോനയും അതുപോലെ സിയും നീലിന്റെ പുറകിൽ നിൽക്കുന്നത് നീലിന് ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയാണ്. ആരുമില്ലെങ്കിലും അവര് നീലിനൊപ്പം ഉണ്ടെന്ന് നീലിനെ ധരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ആ രണ്ട് സ്ത്രീകളും. അവർക്കറിയാം ഇനി ആരും വരില്ലെന്ന്. പക്ഷേ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ആ സമയത്ത് അവിടേക്ക് ഒരു കറുത്ത മേബാക്ക് സാവധാനം ഇഴഞ്ഞു വന്ന് നിൽക്കുകയാണ്. ആ മേബാക്ക് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിൽ നിർത്തിയതും റോഡിന്റെ മറുഭാഗത്തേക്കുന്ന ആൾക്കൂട്ടവും അതുപോലെ മാധ്യമപ്രവർത്തകരൊക്കെ അമ്പരപ്പോടെ ആ കാറിലേക്ക് നോക്കുന്ന ആ സമയത്ത് ആ കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി. ലേശം കൂനുള്ള ആ മനുഷ്യനെ കണ്ടതും സി ഉൾപ്പെടെ സകലരും ഞെട്ടിപ്പോവുകയാണ്. സിക്ക് ആ മനുഷ്യനെ അറിയാം. അത് റോയൽ ക്ലബിന്റെ ഓണറാണ്. ഈ റിവർ സിറ്റിയിൽ റോയൽ ക്ലബിൽ മെമ്പർഷിപ്പ് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. അവിടെ വളരെ വളരെ എലൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ. ആ ക്ലബിന്റെ ഉടമയാണ് ഇപ്പൊ ഇതാ ആ മേബാക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഇദ്ദേഹം എന്തിനാ ഇവിടെ വരെ വന്നത്? അങ്ങനെ സി ആലോചിക്കുമ്പോൾ കയ്യിൽ ഒരു ബൊക്കയുമായി ആ മനുഷ്യൻ നടന്ന് ആ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിലെത്തിയിട്ട് ആ ഫ്ലവർ ബൊക്കെ വെക്കുന്ന ഭാഗത്ത് ആ ഫ്ലവർ ബൊക്കെ വെച്ചു. അതിനുശേഷം അയാള് നടന്ന് നീലിന് മുന്നിലെത്തി നീലിനെ ഒന്ന് കുനിഞ്ഞു വണങ്ങിയിട്ട് അദ്ദേഹത്തോടെ പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഞാൻ താമസിച്ചു പോയില്ലല്ലോ? ഏയ് ഇല്ല. അങ്ങനെ നീല് പറയുമ്പോഴേക്കും ആ മനുഷ്യൻ ആ സ്റ്റെപ്പ് കയറി നീലും ഷെൻഹാരി നിൽക്കുന്ന ആ ലൈനിൽ അവർക്കൊപ്പം അങ്ങ് നിന്നു. ഈ സംഭവം ഒരു സ്ലോ മോഷൻ പോലെ സിയും അതുപോലെ സോനയും കാണുകയാണ്. മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ഹെഡ് എന്ന നിലയിൽ റോയൽ ക്ലബിനെ കുറിച്ചും റോയൽ ക്ലബിന്റെ ആ അധിപനെ കുറിച്ചും സോനയ്ക്കും നന്നായിട്ട് അറിയാം. ഷെൻഹാരിയും സിയും അതുപോലെ സോനയും മാത്രമല്ല ഈ കാഴ്ച കണ്ട് ഞെട്ടിയിരിക്കുന്നത്. എതിർഭാഗത്ത് നിൽക്കുന്ന പത്രക്കാരും മറ്റ് ആളുകളൊക്കെ ഈ കാഴ്ചയിൽ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ചൂസറിന്റെ അടുത്ത് നിൽക്കുന്ന യുവാൻ ആകെ അമ്പരന്ന് പോയി എന്ന് പറയാം. അയാളുടെ ഫാമിലി ഈ റിവർ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ക്ലബിൽ ഒരു അംഗത്വത്തിന് ഈ യുവാൻ ശ്രമിച്ചപ്പോൾ അതിനുള്ള അർഹതയില്ല എന്ന് ആ ക്ലബ്ബുകാർ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലബിന്റെ ഉടമയാണ് അവിടെ ആ ഇനാഗുറേഷനിൽ വന്നു നിൽക്കുന്നത്. തനിക്ക് അബദ്ധം പറ്റിയോ എന്നൊരു തോന്നൽ യുവാനുണ്ടായതും യുവാന് ചൂസറിനെ നോക്കി. ചൂസറിനും ഏതാണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലായി.
ആ റോയൽ ക്ലബിലെ വെയിറ്റർ ആയിരുന്നു ഇടയ്ക്ക് നീൽ ഗ്രീൻ. അന്ന് അവളെ കണ്ടതാണ് നീല് ഒരു പ്ലേറ്റുമായി അവിടെ ആ കോറിഡോറിൽ നിൽക്കുന്നത്. ആ വെയിറ്റർ പുതുതായി ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ആ വെയിറ്റർക്ക് നേരത്തെ ജോലി കൊടുത്ത ഉടമ സ്നേഹത്തിന്റെ പേരിൽ ഇനാഗുറേഷന് വരാൻ സാധ്യതയുണ്ട്. ചൂസറിന് അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ആശ്വാസമായി. പക്ഷേ അവളുടെ ആശ്വാസത്തിന് അധികം ആയുസ്സുണ്ടായില്ല. അവിടേക്ക് വന്ന 2 Audi 6S കാറുകളാണ് അവളുടെ ആ ആശ്വാസം കളഞ്ഞു കുടിച്ചത്. ആ Audi 6S കാറുകളിൽ നിന്ന് പുറത്തിറങ്ങിയത് ആ മേഖലയിലെ ഭരണം നിയന്ത്രിക്കുന്ന 2 മുനിസിപ്പൽ കൗൺസിലർമാരാണ്. റിവർ സിറ്റി മുനിസിപ്പാലിറ്റിയിലെ അതിശക്തരായ ആ 2 കൗൺസിലർമാരും ഫ്ലവർ ബൊക്കകളുമായിട്ടാണ് കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അവർ രണ്ടുപേരും ആ ബൊക്കകൾ കൊണ്ടുവന്ന് ആ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ ബൊക്കകൾ വെക്കുന്ന സ്ഥലത്ത് വെച്ചതിന് ശേഷം നീലിനെ അഭിസംബോധന ചെയ്തതിനു ശേഷം നീലിനൊപ്പം കയറി ആ സ്റ്റേജിൽ അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും തങ്ങൾക്ക് ഇല്ല എന്ന ആ കാഴ്ച ഷെൻഖാരിയെ ബോധ്യപ്പെടുത്തുകയാണ്. ഗവൺമെന്റ് ഇതാ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന് ഒപ്പമാണ്. ഇത് ചൂസറിനെയും അവൾക്കൊപ്പമുള്ള ആളുകളെയൊക്കെ വല്ലാതെ ഞെട്ടിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. റിവർ സിറ്റിയിലെ പ്രമുഖമായ 4 കുടുംബങ്ങളും അതുപോലെ റൂട്ട് കുടുംബവും ഒന്നിച്ച് ബോയ്ക്കോട്ട് ചെയ്യാൻ ആഹ്വാനം നൽകിയിട്ടും അത് മൈൻഡ് ചെയ്യാതെ റിവർ സിറ്റിയിലെ മുനിസിപ്പൽ കൗൺസിലർമാർ ഇത് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന് ഒപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യക്തമാണ്. സർക്കാർ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന് ഒപ്പമാണ്. ആ ഒരു ചിന്ത മാധ്യമ പ്രവർത്തകരിലേക്ക് പതുക്കെ പടരുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ ചരമ വാർത്ത പ്രിന്റ് ചെയ്യാനുള്ള എല്ലാ മാറ്റും തയ്യാറാക്കി നേരത്തെ തന്നെ പത്രങ്ങളിലേക്ക് അയച്ച ആ പത്രലേഖകർ ആ നിമിഷം പത്രങ്ങളിലേക്ക് വിളിച്ച് വാർത്ത ഹോൾഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവർ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഇനാഗുറേഷൻ പരിപാടിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞു പോലും വരില്ല എന്നൊരു ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോ റോയൽ ക്ലബിന്റെ ആ ഉടമയും 2 മുനിസിപ്പൽ കൗൺസിലർമാരും പിന്നെ മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ മുൻ പ്രസിഡന്റ് സഷൽ സിയ റൂട്ടും മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ തന്നെ മാർക്കറ്റിംഗ് ഹെഡായ സോന സണ്ണും ഒക്കെ അവിടെ പങ്കെടുക്കുകയാണ്. അത് വാർത്ത ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് പത്രങ്ങളിൽ വിളിച്ചിട്ട് മാനേജ് എഡിറ്റേഴ്സിനോട് വാർത്ത ഹോൾഡ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടത്. സെയിം അവസ്ഥ തന്നെയാണ് എല്ലാ ന്യൂസ് ചാനലുകളിലും. ഈ സമയത്താണ് മറ്റൊരു കാറ് അവിടേക്ക് എത്തുന്നത്. അത് ഹക്സിയ ഗവൺമെന്റിന്റെ കാറാണ്. ഗവൺമെന്റ് കാറുകളുടെ നെയിം പ്ലേറ്റുകൾ എളുപ്പം തിരിച്ചറിയാൻ പറ്റും. ഗവൺമെന്റ് വാഹനങ്ങളുടെ നെയിം പ്ലേറ്റുകൾ എളുപ്പം തിരിച്ചറിയാം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ വാഹനങ്ങളുടെ നെയിം പ്ലേറ്റുകൾ സംസ്ഥാന സർക്കാരുകളുടെ നെയിം പ്ലേറ്റുകളുടെ വാഹനങ്ങളിൽ നിന്ന് ലേശം വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ ഒരു വാഹനമാണ്. ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് സക്ഷൽ ഇ യങ് ആണ്. ഒരു ഫ്ലവർ ബൊക്കയുമായി പുറത്തേക്കിറങ്ങിയ ഇ യങ് ആ ബൊക്കെ വെച്ചതിന് ശേഷം നീലിനെ വണങ്ങി നീലിനൊപ്പം കയറി നിന്നു. ഈ വരുന്ന ആളുകളൊക്കെ നീലിനെ സംബോധന ചെയ്യുന്നത് മിസ്റ്റർ ഗ്രീ എന്ന് പറഞ്ഞിട്ടാണ്. ഈ യങ് വന്ന വാഹനം ഗവൺമെന്റ് വെഹിക്കിൾ ആണെങ്കിലും അതിനകത്ത് നെയിം ബോർഡ് വെച്ചിട്ടില്ല. ഹക്സിയുടെ രഹസ്യ അന്വേഷണ സംഘടനയായ ഡ്രാഗൺ സോളിന്റെ കമാൻഡോ ഹെഡാണ് യഥാർത്ഥത്തിൽ ഈ യങ്. അത് പക്ഷേ അങ്ങനെ പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള ഒരു പൊസിഷൻ അല്ല. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഹക്സിയുടെ വാഹനമാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിന്റെ വാഹനത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ വരികയും ആ ഉദ്യോഗസ്ഥൻ നീലിനൊപ്പം അങ്ങനെ നിരന്നു നിൽക്കുകയും ചെയ്തപ്പോൾ സിക്കും സോനയ്ക്കും ലേശം ആവേശം ഒന്ന് കൂടി. അവർ വിചാരിച്ചതിനേക്കാൾ കണക്ഷൻ നീലിനുണ്ട്. നീല് തകർന്നു പോകണ്ട എന്ന് കരുതിയിട്ടാണ് അവർ രണ്ടുപേരും രാവിലെ അവിടെ എത്തിയത്. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഇത് പുതിയ ആളുകൾ രംഗത്ത് വരികയാണ്. അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു ലിമോസിൻ കാർ എത്തി. ആ കാറ് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിൽ നിർത്താതെ അല്പം മുന്നിലേക്ക് കൊണ്ടുപോയി നിർത്തിയതിന് ശേഷം അതിൽ നിന്ന് ഒരാള് പുറത്തിറങ്ങി. ആ കാറ് കണ്ട നിമിഷത്തിൽ സിയ അമ്പരപ്പോടെ ആ കാറിലേക്ക് നോക്കുമ്പോഴാണ് ആ കാറിൽ നിന്ന് ആ ആള് പുറത്തിറങ്ങിയത് സിയുടെ അമ്മയാണ്. അവരുടെ തൊട്ടുപുറകെ മറ്റൊരാൾ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ഒരു പ്രതിമ ഇരിപ്പുണ്ട്. ആ പ്രതിമയുമായി സിയുടെ അമ്മയും ആ വ്യക്തിയും സിയുടെ അമ്മയും നടക്കുന്നത് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ അടുത്തേക്ക് തന്നെയാണ്. മറുഭാഗത്ത് ചൂസറൻ ആ കാഴ്ച കണ്ടു. അവൾക്കൊപ്പം നിൽക്കുന്ന യുവാനോട് പറഞ്ഞു, ഇനിയാണ് ഷോ തുടങ്ങുന്നത്. റൂട്ട് കുടുംബത്തിന്റെ ബോയ്ക്കോട്ട് ആഹ്വാനത്തിന് തുടക്കം കുറിച്ചത് സിയുടെ അമ്മയാണ്. അവരിതാ അവിടെ എത്തിയിരിക്കുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പും റൂട്ട് കുടുംബം തമ്മിലുള്ള ആ ഫൈറ്റ് എങ്ങനെയാകും തുടങ്ങിയെന്ന് അറിയാനായി മാധ്യമപ്രവർത്തകരും അവിടെയുള്ള ആളുകളൊക്കെ
ആകാംക്ഷയുടെ നോക്കി നിൽക്കുമ്പോൾ ആ ബിൽഡിങ്ങിന് അടുത്തായി സിയുടെ അമ്മ എത്തി. അവിടെ എത്തിയതും സിയുടെ അമ്മ കൂടെയുള്ള ആളോട് പറഞ്ഞു, നീ ആ പ്രതിമ അവിടെ അങ്ങ് വെച്ചേക്ക്. അത് കണ്ടതും സിയ മുന്നോട്ട് കയറി, അമ്മ എന്തായി കാണിക്കുന്നത്? ആരെങ്കിലും ഒരു ഇനാഘോഷം നടക്കുന്നിടത്ത് ഈ പ്രതിമ കൊടുത്തുവിടും. സിയ, നിന്റെ സുഹൃത്തല്ലേ നീലൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സമ്മാനം കൊടുക്കണമല്ലോ എന്ന് കരുതി ഞാൻ സമ്മാനം വല്ല ഉണ്ടോ എന്ന് നോക്കിയപ്പോ ഞാൻ ഇതാ കണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. അമ്മ ഈ കാണിക്കുന്നത് ശുദ്ധ അനാവശ്യമാണ്. ഒരാളും ഇത്തരത്തിലൊരു പ്രതിമ ഇനാഘോഷം നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരത്തില്ല. സ്ഥാപനം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ മാത്രമേ ഇത്തരത്തിലൊരു പ്രതിമ കൊണ്ടുവയ്ക്കൂ. ഒരു കുട്ടിയുടെ പ്രതിമയാണ് സിയുടെ അമ്മ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പ്രതിമ ഏതെങ്കിലും വീട്ടിൽ നമ്മൾ എത്തിച്ചാൽ ആ വീട് അതോട് മുടിയും. അത് ഏതെങ്കിലും സ്ഥാപനത്തിൽ എത്തിച്ചാൽ ആ സ്ഥാപനം മുടിയും. ഈ സ്ഥാപനങ്ങളെയും വീടുകളെയൊക്കെ മുടിപ്പിക്കാനായി ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള പ്രതിമ സംഘടിപ്പിച്ച് സമ്മാനമായി അത് എത്തിച്ചു കൊടുക്കും. അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആളുകൾ സമ്മാനമല്ലെന്ന് കരുതി വാങ്ങിച്ച് ഷോക്കേസിൽ വെക്കും. അതോടുകൂടി ആ കുടുംബം പൊളിഞ്ഞു തുടങ്ങും. ഇവിടെ ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിൽ മനഃപൂർവ്വം അതുകൊണ്ട് സിയുടെ അമ്മ ആ പ്രതിമ കൊണ്ടുവച്ചത്. സിയോട് സംസാരിക്കുന്നിടയിലാണ് സിയുടെ അമ്മ അവിടെ നിൽക്കുന്ന സോനയെ കണ്ടതും അവര് സോനയുടെ നേരെ വിരൽ ചൂണ്ടി അവിടെ ചോദിച്ചു, സോന, നീ മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ഹെഡ് അല്ലേ? എന്നിട്ട് മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ ഈ ഇനാഗുറേഷന് വന്നത് റൂട്ട് കുടുംബത്തെ ധിക്കരിക്കുന്നത് തുല്യമാണെന്ന് അറിയില്ലേ? ഇനി നിന്റെ ധിക്കാരം ഇനി അനുവദിക്കാൻ പറ്റില്ല. നിന്നെ ഞാൻ പിരിച്ചുവിടുകയാണ്. അത് കേട്ടതും സോന സിയുടെ അമ്മയോട് പറഞ്ഞു, മാഡം, അതിന് അങ്ങ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ് അവള് പോക്കറ്റിൽ നിന്ന് ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് സിയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് എന്റെ റെസിഗ്നേഷൻ ലെറ്ററാണ്. റെസിഗ്നേഷൻ ലെറ്റർ എഴുതി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് തന്നെയാണ് സോന ആ ചടങ്ങിലെത്തിയത്. അവൾക്കറിയാം മാഗ്നിഫിഷൻ ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ഡയറക്ടർ എന്നുള്ള അവളുടെ പൊസിഷൻ നീലിനൊപ്പം അവൾ സഹകരിക്കുന്ന ആ നിമിഷം മുതൽ ഇല്ലാതാകുമെന്ന്. അതുകൊണ്ട് തന്നെ അവൾ പ്രിപ്പയർഡ് ആയിരുന്നു. തന്റെ കയ്യിലേക്ക് ആ റെസിഗ്നേഷൻ ലെറ്റർ നൽകിയ സോനയെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് സോനയോടായി സിയുടെ അമ്മ പറഞ്ഞു, സോന, നീ റൂട്ട് കുടുംബത്തിനെതിരെ തിരിഞ്ഞാൽ നിന്നെ ഞാൻ അവസാനിപ്പിക്കും. അങ്ങനെ സിയുടെ അമ്മ പറഞ്ഞതും നീല് സോനയ്ക്കും സിയുടെ അമ്മയ്ക്കും ഇടയിലേക്ക് കയറി. നീലിന്റെ കണ്ണുകൾ സിയുടെ അമ്മയുടെ കണ്ണുകളുമായി ഒന്ന് ഇടഞ്ഞു. അവരോടായി നീല് പറഞ്ഞു, സോനയുടെ ദേഹത്ത് നിങ്ങൾ തൊട്ടാൽ ആ നിമിഷം നിങ്ങളെയും നിങ്ങളുടെ എൻ്റെ കുടുംബത്തെയും ഈ ഭൂമിയിൽ നിന്ന് ഞാൻ തുടച്ചു മാറ്റിയിരിക്കും. ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കേ പരസ്യമായി റൂട്ട് കുടുംബത്തിന്റെ ആ എല്ലാമായ സിയുടെ അമ്മയോട് നീല് അത് പറഞ്ഞതും ആ സ്ത്രീ അറിയാതെ പുറകോട്ട് മാറിപ്പോവുകയാണ്. നീല് പറയുന്നത് പോലെ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് ഒരു തോന്നൽ പെട്ടെന്ന് അവർക്കുണ്ടായി. ശരിക്കും ഒരു വിറയൽ അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തു. നീലിന്റെ ആ ബോഡി ലാംഗ്വേജും അയാളുടെ ഓറയും അവൻ പറയുന്നത് ചെയ്യുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ശൈലിയിലാണ്. സിയുടെ അമ്മ ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറുമ്പോൾ അവിടേക്ക് ഒരു കാർ എത്തി. ഒരു ബെന്റ്ലി കാറാണ് അവിടേക്ക് വന്നത്. ഗവൺമെന്റ് നമ്പർ പ്ലേറ്റ് ഉള്ള ആ കാറിന്റെ നമ്പർ A8888 എന്നാണ്. ആ കാറ് ഒരു വല്ലാത്ത ആരവം തന്നെ അവിടെ മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറയാം. ഗവൺമെന്റ് ഓഫ് ഹക്സിയുടെ കാറാണ് എത്തിയിരിക്കുന്നത്. ആ കാറിൽ എന്തായാലും പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ആരെങ്കിലും ആകും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുമാത്രമല്ല, ആ കാറിന്റെ ആ നമ്പർ, ആ കാറ് ഏത് വീട്ടിലാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യും. മാധ്യമ പ്രവർത്തകർക്ക് ആ കാറിന്റെ നമ്പർ കണ്ടപ്പോൾ തന്നെ അത് ഏത് കുടുംബത്തിൻ്റെത് ആണെന്ന് മനസ്സിലായി. അതിന് ഫലമുണ്ടായി. ആ എൻറ്റയർ മാധ്യമ പ്രവർത്തകരും ആ കാർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടിയെത്തി. റോഡിന്റെ മറുഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരും ഇപ്പോ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിലാണ്. മറുഭാഗത്ത് ചൂസരനും ആ യുവാനും മാത്രമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇപ്പോ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ കോമ്പൗണ്ടിന് അകത്ത് എത്തിയെന്ന് പറയാം. കാറിന്ന് പുറത്തിറങ്ങിയ ആളുകളൊക്കെ കണ്ടു. അത് സാക്ഷാൽ ഗാരി ബ്രൗൺ ആണ്. റിവർ സിറ്റിയിലെ ഏറ്റവും പ്രസിദ്ധമായ കുടുംബങ്ങളിൽ ഒന്നാണ് ബ്രൗൺ കുടുംബം. ആ ബ്രൗൺ കുടുംബത്തിൽ നിന്ന് ഹക്സിയ ആർമിയുടെ ജനറലായി മാറിയ ഗാരി ബ്രൗണിനെ കണ്ടപ്പോൾ സകല പത്രക്കാരും അവരുടെ ആ ക്യാമറകൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഗാരി ബ്രൗൺ ചിരിച്ചുകൊണ്ട് ആ ബൊക്കയുമായി അവിടെ ആ ബൊക്ക വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചതിന് ശേഷം നീലിനെ അഭിസംബോധന ചെയ്തു. മിസ്റ്റർ ഗ്രീ, ഞാൻ താമസിച്ചില്ലല്ലോ? ഇല്ല. അങ്ങനെ നീല് പറഞ്ഞ ആ നിമിഷത്തിലാണ് ഗാരി ബ്രൗൺ അവിടെ ഇരിക്കുന്ന ആ പ്രതിമ കണ്ടത്. ആ പ്രതിമ കണ്ടതും അയാൾ ചുറ്റും ഒന്ന് നോക്കി. എന്നിട്ട് ഉറക്കെ ചോദിച്ചു, ആരാ ഈ പ്രതിമ അവിടെ കൊണ്ടുവച്ചത്? വളരെ ഉറക്കെയുള്ള ആ ആർമി ജനറലിന്റെ ആ ചോദ്യം ശരിക്കും അവിടെ ഒരു നിശബ്ദത ഉണ്ടാക്കിയെന്ന് പറയാം. എന്ത് മറുപടിയാ
അതിപ്പോ ആളുകൾ പറയേണ്ടത്? ആ പ്രതിമ അവിടെ കൊണ്ടുവച്ചത് ഈ ജിയാങ് പ്രൊവിൻസിലെ ഏറ്റവും ശക്തമായ കുടുംബമായ റൂട്ട് കുടുംബത്തിലെ ആ ലേഡിയാണ്. അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ മാനേജറാണ് ആ പ്രതിമ അവിടെ വെച്ചത്. ഗാരി ബ്രൗൺ ചോദ്യം ചോദിച്ചിട്ടും ആരും ഒന്നും പറയാൻ നിൽക്കുന്ന കണ്ടതും ഗാരി ബ്രൗൺ ഉറക്കെ ഒന്നുകൂടെ ചോദിച്ചു, ഞാൻ ചോദിച്ച കേട്ടില്ലേ, ആരാണ് ഈ അശ്വപ്രതിമ ഇവിടെ കൊണ്ടുവച്ചത്? ഞാനായിട്ടത് കണ്ടെത്തിയാൽ ആ ആള് ജീവനോടെ ഇവിടുന്ന് മടങ്ങിപ്പോവില്ല. അത് കേട്ടതും ആ മാനേജർ മുന്നോട്ട് കയറി ഗാരി ബ്രൗണിനോട് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. അബദ്ധമോ? എനിക്ക് വേണ്ടത്. ഗാരി ബ്രൗൺ അലറിയതും ആ പാവ മാനേജർ ഓടിച്ചെന്ന് ആ പ്രതിമ എടുത്തു. ഇത്രയും നേരം ഈ ഗാരി ബ്രൗണിന്റെ ഷോയിൽ ആകെ അങ്ങ് വിരണ്ടു പോയിരുന്നു സിയുടെ അമ്മ. പെട്ടെന്ന് അവര് സ്വബോധം വീണ്ടെടുത്തു. അവര് ആ മാനേജറോട് പറഞ്ഞു, ഏയ് വെയ്യവിടെ. സിയുടെ അമ്മ അങ്ങനെ പറഞ്ഞതും ഗാരി ബ്രൗൺ സിയുടെ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. മിസ്സസ് റൂട്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാവോ? ഗാരി, ഇവിടെ നീ റെപ്രസെന്റ് ചെയ്യുന്നത് നിന്റെ കുടുംബത്തെയാണെന്ന് നീ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിന്റെ പിതാവാണ് ഇവിടെ വന്നതെങ്കിൽ ഞാൻ ഉറപ്പായും എതിരഭിപ്രായം പറയുമായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഞാൻ റൂട്ട് കുടുംബത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. റൂട്ട് കുടുംബത്തിന്റെ യഥാർത്ഥ റെപ്രസെന്റേറ്റീവ് ആണ് അവിടെ നിൽക്കുന്ന മിസ്സസ് റൂട്ട്, സിയുടെ അമ്മ. ഗാരി യഥാർത്ഥത്തിൽ ആ കുടുംബത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ആളല്ല. റെപ്രസെന്റ് ചെയ്യേണ്ടത് അവന്റെ പിതാവാണ്. അങ്ങനെ സിയുടെ മാധവ് പറഞ്ഞതും ആ ബെന്റ്ലി കാറിലെ പുറകുവശത്തെ ഡോറ് തുറക്കുന്ന ശബ്ദം എല്ലാവരും കേട്ടു. അതോടൊപ്പം ഒരു ശബ്ദവും, മിസ്സസ് റൂട്ട്, ഞാൻ പറഞ്ഞാൽ മതിയോ? ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് മിസ്സസ് റൂട്ട് ഞെട്ടിത്തരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് സാക്ഷാൽ ഫിലിപ്സ് ബ്രൗൺ ആണ്. ഈ റിവർ സിറ്റിയിൽ ഒരുപാട് കുടുംബങ്ങൾ പ്രമുഖ സ്ഥാനം വഹിക്കുന്നുണ്ട്. ചിലരൊക്കെ മാർഷൽ ആർട്സ് മേഖലയിൽ പ്രാമുഖ്യമുള്ളവരാണ്. ചിലര് ബിസിനസ് രംഗത്ത് പ്രാമുഖ്യം നേടി സമ്പന്നതയിൽ ഔന്നത്യമുള്ളവരാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കുടുംബമാണ് ഈ ബ്രൗൺ കുടുംബം. ബ്രൗൺ കുടുംബത്തിലെ ആളുകൾ ഭൂരിപക്ഷം പേരും സർക്കാരുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. മുനിസിപ്പൽ കൗൺസിലർമാരായിട്ടും മന്ത്രിമാരായിട്ടും ആർമി ജനറൽമാരായിട്ടും പോലീസ് ചീഫായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ബ്രൗൺ കുടുംബവുമായി കണക്റ്റഡ് ആണ്. ബ്രൗൺ കുടുംബത്തിലെ ഒരുപാട് ചെറുപ്പക്കാർ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അകത്തുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകളെയും നയിക്കുന്നത് തന്നെ ബ്രൗൺ കുടുംബവുമായി ബന്ധമുള്ള ആളുകളാണ്. ആ കാര്യം ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ബ്രൗൺ കുടുംബത്തെ തൊടാൻ ആരും ഒന്ന് മടിക്കും. ആ ബെന്റ്ലി കാറിൽ നിന്ന് ആ പ്രായമുള്ള മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ എൻറെ സ്ഥലത്തും പൂർണ്ണ നിശബ്ദതയായി. മിസ്സസ് റൂട്ട് എന്ന് വിളിക്കപ്പെട്ട സിയുടെ അമ്മ പെട്ടെന്ന് കൈകൂപ്പി ഫിലിപ്സിന് വണങ്ങി. മിസ് ബ്രൗൺ, സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഹേയ് മിസ്സസ് റൂട്ട്, മിസ്റ്റർ റൂട്ടിനെ കാണുമ്പോൾ എന്റെ അന്വേഷണം പറഞ്ഞേക്ക്. അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്ന ഫിലിപ്സ് ആ ഫ്ലവർ അവിടെ ആ ഫ്ലോർ വെക്കുന്ന സ്ഥലത്ത് വെച്ചതിന് ശേഷം നടന്ന് നീലിന്റെ അടുത്തെത്തി. ഇപ്പോ സകല ആളുകളും നിശബ്ദമായി നിൽക്കുകയാണ്. ആകെ ചലിക്കുന്നത് ക്യാമറകൾ മാത്രമാണ്. ഈ ക്യാമറകൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ ദൗത്യത്തെക്കുറിച്ച് നല്ല ധാരണയാണ്. ഏത് സമയത്താണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നീലിന്റെ മുന്നിലെത്തിയ ആ പ്രായമുള്ള മനുഷ്യൻ നീലിനെ അഭിസംബോധന ചെയ്യാണ്. മിസ്റ്റർ ഗ്രീ, അഭിനന്ദനങ്ങൾ. മിസ്റ്റർ ഗ്രീ എന്ന് ഫിലിപ്സ് ബ്രൗൺ അഭിസംബോധന ചെയ്തപ്പോ ഞെട്ടിയ ആളുകളുടെ കൂട്ടത്തിൽ ആ റോയൽ ക്ലബിന്റെ ഉടമയും ഉണ്ട്. റോയൽ ക്ലബിന്റെ ഉടമ അയാളെ സംരക്ഷിക്കുന്ന ലിങ്ടൺ നീലിന് മുന്നിൽ മുട്ടുകുത്തി നമസ്കരിച്ചപ്പോ എന്തിന് അങ്ങനെ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതാ ബ്രൗൺ കുടുംബത്തിന്റെ ആ ഉടമ തന്നെ നീലിനെ സംബോധന ചെയ്യുന്നത് വല്ലാതെ ബഹുമാനത്തോടെയാണ്. എന്തായാലും താൻ ഇവിടെ വന്നത് എന്തുകൊണ്ട് നന്നായി, അങ്ങനെ ഒരു തോന്നലാണ് ആ റോയൽ ക്ലബിന്റെ ഉടമയ്ക്കുണ്ടായത്. റോയൽ ക്ലബിന്റെ ഉടമ അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ഫിലിപ്സ് മുകളിലേക്ക് കയറി അവർ നിൽക്കുന്ന വരിയിൽ അങ്ങനെ നിന്നതിന് ശേഷം മുറ്റത്ത് നിൽക്കുന്ന ആളുകളെ നോക്കി അവരോടായി പറഞ്ഞു, ഇന്നു മുതൽ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനൊപ്പം എന്റെ ബ്രൗൺ കുടുംബം ഉണ്ടാകും. എല്ലാ അർത്ഥത്തിലും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ എതിർക്കുന്നത് ആരാണെങ്കിലും അവര് ഞങ്ങൾ ബ്രൗൺ ഗ്രൂപ്പിന്റെ എതിരാളികളാവും. റൂട്ട് കുടുംബമാണ് ശരിക്കും ഈ എതിർപ്പിന് തുടക്കം കുറിച്ചത്. അതറിയാവുന്ന സിയുടെ അമ്മ ബ്രൗണിന്റെ വാക്കുകൾ കേട്ട് ശരിക്കും വിരണ്ടു പോവുകയാണ്. അവര് അവളുടെ മാനേജറോട് പറഞ്ഞു, നമുക്ക് പോവാം. അതിവേഗമാണ് അവർ രണ്ടുപേരും ആ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ആ ഗേറ്റ് കിടന്ന് പുറത്തേക്ക് ഇറങ്ങി അവര് ലിമോസിൻ കാറിന്റെ അടുത്തേക്ക് ഓടി എത്തിയെന്ന് പറയാം. ആ ലിമോസിൻ കാർ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ റോഡിന്റെ എതിർഭാഗത്ത് ചൂസറൻ വണ്ടി കയറി ഒരൊറ്റ പറപ്പിരും. ഇനി അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് ചൂസറിന് മനസ്സിലായി എന്നർത്ഥം.
ശരിക്കും പത്രപ്രവർത്തകരും അതുപോലെ നേരത്തെ അവിടെ എത്തിയ ആ കാണികളൊക്കെ ഇപ്പോ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഭാഗം ആയതുപോലെയായി. അവരെ മൊത്തം ഒന്ന് നോക്കിയിട്ട് ഫിലിസ് ബ്രൗൺ അവരെല്ലാവരോടായി പറഞ്ഞു, മിസ്റ്റർ നീൽഗ്രി എനിക്ക് ഏറെ വേണ്ടപ്പെട്ട ആളാണ്. നീൽഗ്രി ശരിക്കും അസാമാന്യ പ്രതിഭാശാലിയായ ഒരു മിറാക്കിൾ ഡോക്ടറാണ്. ഫിലിപ്സ് ആ ഡയലോഗ് പറഞ്ഞതും ഷെൻഹാരിക്ക് കഥ മനസ്സിലായി. ഷെൻഹാരിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് നീലാണ്. അതുപോലെ നീല് ഈ ഫിലിപ്സിനെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്നതാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ആലോചിച്ചപ്പോൾ ഷെൻഹാരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി അയാൾ പോലും അറിയാതെ അങ്ങനെ പതുക്കെ വിടർന്നു വരികയാണ്. നീൽ എങ്ങനെ ഈ ഹയർ ഒഫീഷ്യൽസിനെയൊക്കെ അവിടെ എത്തിച്ചു എന്നതിനെ കുറിച്ച് ഷെൻഹാരി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾക്ക് അതിന്റെ ഉത്തരം കിട്ടിയത്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ നോക്കിയിട്ട് നീല് അവരോട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ എല്ലാവരും വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കുമായിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ നീല് അവരെ എല്ലാവരും ആ ബിൽഡിങ്ങിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തതും മാധ്യമ പ്രവർത്തകരും അവിടെ കാണാൻ വന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ പുറത്ത് ഫയർ വർക്ക്സ് ആരംഭിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഫയർ വർക്ക്സ് പ്രകടനം അവിടെ നടക്കുന്ന അതേ സമയത്ത് റിവർ സിറ്റിയിലെ എയർപോർട്ടിൽ ഒരു വിമാനം ലാൻഡ് ചെയ്തു. വിമാനം ലാൻഡ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ ആയപ്പോഴത്തേക്കും ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാണ്. ആ കൂട്ടത്തിൽ സാക്ഷാൽ ഫിൻ ബാഗിനുമുണ്ട്. ഫിൻ ബാഗിന്റെ പിന്നിലായി അനവധി യോദ്ധാക്കളുമുണ്ട്. ഒരു 8 ടീമാണ് ഫിൻ ബാഗിനെ അനുഗമിക്കുന്നത്. ആ ടീം എയർപോർട്ടിൽ നിന്ന് പുറത്തെത്തി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഒരു കോൺഫറൻസിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ കോൺഫറൻസിന് നേതൃത്വം കൊടുക്കുന്നത് ആ ഫിൻ കുടുംബത്തിന്റെ ബാഗിൻ തന്നെയാണ്. ഫിൻ കുടുംബത്തിലെ ഫിൻ ഷെങ്കുയും അദ്ദേഹത്തിന്റെ മകൻ ഫിൻ ഫെങ്ങും നീലിന്റെ കൈയാൽ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് അവർ രണ്ടുപേരും കൊല്ലപ്പെടുന്നതിന് മുമ്പ് നീലിനെ ഭയപ്പെടുത്തിയത് ഈ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചാണ്. ഫിൻ ബാഗിൻ അയാളൊരു ഗ്രാൻഡ് മാസ്റ്ററാണ്. എത്രയോ കാലങ്ങളായി അയാള് ഒരു മലയിൽ ഒളിച്ച് താമസിച്ച് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യാണ്. അയാളുടെ കുടുംബത്തിലെ അവസാന കണ്ണികൾ രണ്ടും കൊല്ലപ്പെട്ടതറിഞ്ഞിട്ട് അയാള് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അതിശക്തരായ യോദ്ധാക്കളുടെ ഒരു ടീമാണ് അയാൾക്കൊപ്പം ഉള്ളത്. ഈ ടീമിനോട് സംസാരിച്ചുകൊണ്ട് ചില ആളുകൾ അവിടെ നിൽപ്പോട്ടു. അവര് നടന്ന കാര്യങ്ങളൊക്കെ ഫിൻ ബാഗിന് റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ടിങ് കഴിഞ്ഞതും ഫിൻ ബാഗിൻ അവരോട് ചോദിച്ചു, ശരിക്കും ആരാണ് നമ്മുടെ കുടുംബത്തെ തൊട്ടത്? അതിന് വ്യക്തമായ ഒരു ഉത്തരം ശരിക്കും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയില്ല എന്നതാണ് സത്യം. ആ റിപ്പോർട്ടിംഗ് നടത്തുന്ന ആള് ഫിൻ ബാഗിനോട് പറഞ്ഞു, മാസ്റ്റർ, ഞങ്ങൾ എല്ലാ തലത്തിലുമുള്ള നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വിവരങ്ങൾ ആരോ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പോലീസ് പറയുന്നത് ഏതോ മോഷ്ടാക്കൾ ഫിൻ കുടുംബത്തിലകത്ത് കയറി മോഷണം നടത്തുന്നിടയിൽ മാസ്റ്റർ ഷെങ്കുയും യങ് മാസ്റ്ററും കൊല്ലപ്പെട്ടു എന്നാണ്. ഞങ്ങൾ അന്വേഷിച്ചിട്ടും ഞങ്ങൾക്ക് പോലീസ് പറഞ്ഞ ഭാഷ്യം തെറ്റാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും വേറെ ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. ശത്രുക്കളാരോ മനഃപൂർവ്വം ഓൾഡ് മാസ്റ്ററെയും യങ് മാസ്റ്ററെ അവസാനിപ്പിച്ചതാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. പക്ഷേ ഒരു വിവരവും നമുക്ക് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ആ വ്യക്തി അവിടെയുള്ള സ്ക്രീനിൽ ഒരു ചിത്രം കാണിച്ചു. അത് സാക്ഷാൽ നീൽ ഗ്രീയുടെ ചിത്രമാണ്. നീലിന്റെ ആ ചിത്രം കാണിച്ച വ്യക്തി ആ ഗ്രാൻഡ് മാസ്റ്റർ ബാഗിനോടായി പറഞ്ഞു, ഗ്രാൻഡ് മാസ്റ്റർ, ഇവനും നമ്മുടെ യങ് മാസ്റ്റർ തമ്മിൽ ഒരു വിഷയം യങ് മാസ്റ്റർ കൊല്ലപ്പെടുന്നതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അന്ന് ആ ബാങ്കറ്റ് ഹാളിൽ നടന്ന സംഭവങ്ങളൊക്കെ അയാള് ആ ഗ്രാൻഡ് മാസ്റ്റർ ഫിൻ ബാഗിന്റെ ശ്രദ്ധയപ്പെടുത്തി. കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞ ബാഗിൻ അവരോട് ചോദിച്ചു, ഇവനെ കണ്ടിട്ട് അത്ര പ്രായമൊന്നും തോന്നുന്നില്ലല്ലോ. ഇവന് കൂടിപ്പോയ ഒരു 25 വയസ്സ് വരും, അതിനപ്പുറത്തേക്ക് വരത്തില്ല. ഇവനെങ്ങനെ ഷെങ്കുയും ഫെങ്ങിനെയും കൊല്ലും? അങ്ങനെ ആ ചോദ്യം ഫിൻ ബാഗിൻ ചോദിച്ചപ്പോൾ അവിടേക്ക് വേറൊരു വ്യക്തി കടന്നു വന്നു. അത് ഓൾഡ് മാസ്റ്റർ മിങ് ആണ്. മിങ് അവിടെ സ്ക്രീനിൽ കാണുന്ന ആ ചിത്രത്തിലേക്ക് നിർനിമിഷനായി അല്പനേരം നോക്കി നിന്നതിന് ശേഷം ബാഗിനോടായി പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ ബാഗിൻ, ഇവനാണ് ആ കക്ഷി. ആ ചിത്രത്തിൽ കാണുന്ന ആ ചെറുപ്പക്കാരൻ തന്നെയാണ് ഫെങ്ങിനെയും അതുപോലെ ഷെങ്കുയെയും കൊലപ്പെടുത്തിയതെന്ന് മെങ് തീർത്തു പറഞ്ഞു. ഓൾഡ് മാസ്റ്റർ മെങ് ഈ ബാഗിനുമായി ശരിക്കും അടുപ്പമുള്ള ഒരു യോദ്ധാവുമാണ്. രണ്ടുപേരും ഗ്രാൻഡ് മാസ്റ്റേഴ്സുമാണ്. ഓൾഡ് മാസ്റ്റർ മെങ്ങിനോട് ഒരു ബഹുമാനമൊക്കെ ഈ ബാഗിനുണ്ട്. അതുകൊണ്ട് തന്നെ മെങ് പറഞ്ഞ കാര്യം കേട്ടതും ബാഗിൻ ചോദിച്ചു, ഏയ് മാസ്റ്റർ മെങ്, ശരിക്കും എങ്ങനെയാ സംഭവിച്ചത്? അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാവോ? അങ്ങനെ ഗ്രാൻഡ് മാസ്റ്റർ ബാഗിൻ ചോദിച്ചതും മെങ് ആ ബാങ്കറ്റിൽ
അയാൾ അനുഭവിച്ച കാര്യങ്ങൾ കൂടി അവിടെ വ്യക്തമാക്കി. നേരത്തെ ഒരാൾ ആ ബാങ്കറ്റുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിരുന്നു. അതിൽ പങ്കെടുത്ത ആളെന്ന നിലയിൽ മെങ്ങിന് കുറെ കൂടി വിശദമായി കാര്യങ്ങൾ പറയാൻ പറ്റി. ഇപ്പോ കാര്യങ്ങൾ വ്യക്തമാണ്. എതിരാളി നീൽ ഗ്രീയാണ്. ആ ചെറുപ്പക്കാരനാണ് എതിരാളി എന്ന് മനസ്സിലായതും ബാഗൻ മെങ്ങിനോട് ചോദിച്ചു, ആരാ അവൻ, എന്താ അവന്റെ ബാക്ക്ഗ്രൗണ്ട്? ആ ചോദ്യം ചോദിച്ചതും ആ മുറിയിലേക്കുള്ള വാതിൽ തുറന്ന് ഒരാള് അകത്തേക്ക് വന്നു. ആ ആളെ കണ്ടതും ആ ഹാളിലുള്ള എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ വണങ്ങുകയും ചെയ്തു. ഗ്രാൻഡ് മാസ്റ്റർ ബാഗൻ പോലും എഴുന്നേറ്റ് ബഹുമാനം കാണിച്ചു. മിസ്റ്റർ ജിയാങ്, ഇത് അതിശയമായിരിക്കുന്നല്ലോ, എന്താ ഇങ്ങോട്ട് വന്നത്? ഏയ് ബാഗൻ, താങ്കൾ വന്ന കാര്യം ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ പറഞ്ഞ ജിയാങ് യുനാലി അയാളുടെ വരവിന്റെ ഉദ്ദേശം അവരോട് പറഞ്ഞു. ദോ, ആ ചിത്രത്തിൽ കാണുന്നില്ലേ, അവൻ എന്റെ മകനെ കൊന്നു. ഇവൻ വെല്ലിനെ കൊന്നോ? അതെ, വെല്ലിനെ അവൻ കൊന്നു. കൂടെ എന്റെ കുടുംബത്തിലെ 2 ആളുകളെ. ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. അപ്പോഴാണ് നിങ്ങൾ അവനെ നോട്ടമിട്ടിരിക്കുന്ന കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഒന്നിച്ച് അവനെ തീർക്കാമെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിന് മറുപടിയായി ബാഗൻ പറഞ്ഞു, നമുക്ക് അവനെയും അവന്റെ കൂട്ടാളികളെയും ഒരുമിച്ച് തീർക്കാൻ പറ്റും. പക്ഷേ അവനെ ഒറ്റയ്ക്കെന്ന് കിട്ടിയെങ്കിൽ ഈ കൈയുടെ കരുത്ത് എന്താണെന്ന് അവനെ അറിയിക്കാൻ പറ്റും. അതിന് അവൻ ഒരു ഡു ഓർ ഡൈ ഫൈറ്റിന് തയ്യാറാകണം. മാർഷൽ ആർട്സിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെ പലപ്പോഴും എതിരാളിയെ വെല്ലുവിളിക്കും. അത്തരം ഒരു വെല്ലുവിളി ഈ നീലിന് മുകളിൽ നടത്തിയാൽ നീല് ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെങ്കിൽ അവനെ ഗോഥയിലിട്ട് ആർക്കും സംശയം ഉണ്ടാകാത്ത രീതിയിൽ തീർക്കാൻ പറ്റും. അങ്ങനെ ബാഗൻ പറഞ്ഞതും യുനാലി ബാഗിനോട് പറഞ്ഞു, അത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു. ആ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഇനാഗുറേഷന് ആരൊക്കെയാണ് പങ്കെടുത്തെന്ന് അറിയാവോ? മിസ്റ്റർ ബ്രൗൺ അവിടെ പങ്കെടുത്തിരുന്നു. ആര്, ഫിലിപ്സ് ബ്രൗണോ? അതെ, ഫിലിപ്സ് ബ്രൗണും മോൻ ഗാരി ബ്രൗണും പങ്കെടുത്തിരുന്നു. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് അവിടെ പങ്കെടുത്തതെന്ന് വ്യക്തമായ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് യുനാലി യഥാർത്ഥത്തിൽ അവിടെ എത്തിയിരിക്കുന്നത്. ഷെൻ ഹാരിയാണ് ആ പ്രോജക്റ്റിനെ പിന്താങ്ങുന്നതെന്നും ആ കൂട്ടത്തിലുള്ള ബാക്കി ആളുകളൊക്കെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയ യുനാനി അതെല്ലാം ബാഗിനോട് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ യുനാനി വ്യക്തമാക്കിയതും ബാഗൻ യുനാനിയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ നമ്മൾ വിചാരിക്കുന്ന പോലെ കൊല്ലാൻ പാടായിരിക്കും. അവനെ പിടിക്കാൻ വേറെ മാർഗം അവലംബിക്കണം. അതിനും യുനാലിയുടെ കയ്യിൽ മറുപടിയുണ്ട്. യുനാലി ബാഗിനോട് പറഞ്ഞു, അവന്റെ കൂടെ 2 സുന്ദരികൾ എപ്പോഴും ഉണ്ടാവും. ആ സുന്ദരികൾ അവന്റെ വീക്ക്നെസ് ആണ്. അവനെ പിടികൂടിയാൽ അവനെ നമുക്ക് വരച്ചു വരയിൽ നിർത്താൻ പറ്റും. അതൊരു നല്ല ആശയമായി കേട്ടപ്പോൾ ബാഗിന് തോന്നുകയും ചെയ്തു. ബാഗിനും യുനാലിയും ചേർന്ന് അതിനുള്ള പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ എത്തിയ അതിഥികളെല്ലാം മടങ്ങിക്കഴിഞ്ഞു. ഫയർ വർക്സും അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിഞ്ഞതും ആളുകളൊക്കെ സന്തോഷത്തോടെ മടങ്ങിയ ആ സമയത്ത് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ കോൺഫറൻസ് ഹാളിൽ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. വലിയ മീറ്റിംഗ് ഒന്നുമല്ല, കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഷെൻഹാരിക്കൊപ്പം നോർത്ത് മെയിൻ കോർപ്പറേഷൻ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട 5 ആളുകളുമാണ് ആ മീറ്റിംഗ് ടേബിളിന്റെ ഇടത് ഭാഗത്തിരിക്കുന്നത്. വലത് ഭാഗത്ത് സോനയുമുണ്ട്, അതുപോലെ സിയുമുണ്ട്, നടുക്ക് സാക്ഷാൽ നീലുമുണ്ട്. എല്ലാ ആളുകളും നീലിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. നീല് അവിടെ ഇരിക്കുന്ന ആളുകളോടായി പറഞ്ഞു, ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇനാഗുറേഷൻ വിജയിച്ചു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമില്ലല്ലോ? അതിനാദ്യം മറുപടി പറഞ്ഞത് സാക്ഷാൽ ഷെൻഹാരിയാണ്. മിസ്റ്റർ ഗ്രീ, അതില് ഒരു തരത്തിലുള്ള സംശയത്തിനും അവകാശമില്ല. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ നന്നായി ആ പരിപാടി നടന്നു. മിസ്റ്റർ ഗ്രീക്കുള്ള ബന്ധങ്ങളാണ് അതിന്റെ അടിസ്ഥാനമെന്നും എനിക്കറിയാം. ആ കാര്യം ഇപ്പോൾ സിയയ്ക്കും അതുപോലെ സോനയ്ക്കും ഒക്കെ ഏതാണ്ട് ഉറപ്പാണ്. നീലിന് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളുടെ സൃഷ്ടിയാണ് ഇന്ന് അവിടെ കണ്ട ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെല്ലാം. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മാർഷൽ ആർട്സ് മേഖലയുടെ സപ്പോർട്ടും ഏതാണ്ട് ഉണ്ടെന്ന് പറയാം. ഇനി വേണ്ടത് പ്രോഡക്റ്റാണ്. ഷെൻഹാരി നീലിനെ നോക്കിയിട്ട് എല്ലാവരോടായി പറഞ്ഞു, മിസ്റ്റർ ഗ്രീ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നേക്ക് 6 മാസം തികയുമ്പോൾ നമ്മൾ റൂട്ട് കുടുംബത്തിനെ എല്ലാ ബിസിനസ്സിലും ഓവർടേക്ക് ചെയ്തിരിക്കണമെന്നാണ്. ഷെൻഹാരിയുടെ ആ വാക്കുകൾ കേട്ടതും സിയും അവിടെയുള്ള ബാക്കി ആളുകളൊക്കെ ശരിക്കും സ്തംഭിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു പോവുകയാണ്. റൂട്ട് കുടുംബം ഈ ജിയാങ് പ്രൊവിൻസ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതികൂറ്റൻ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം വഹിക്കുന്ന കുടുംബമാണ്. ഒരുപാട് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ, കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, അതുപോലെ അനവധി വാഹന നിർമ്മാണ യൂണിറ്റുകളൊക്കെ ഉള്ള വലിയ ഫാക്ടറികൾ റൺ ചെയ്യുന്ന ഒരു കുടുംബമാണ് റൂട്ട് കുടുംബം. ഓരോ ഐറ്റത്തിനും പ്രത്യേകം കമ്പനികളുണ്ട്. കുറേയേറെ കമ്പനികളെ ഒന്നിച്ച് നിയന്ത്രിക്കുന്ന ആ റൂട്ട് കുടുംബത്തിന്റെ ആ ആധിപത്യത്തെ മറികടക്കാൻ
ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന് നീല് നൽകിയിരിക്കുന്ന സമയം 6 മാസമാണ്. ഷെൻഹാരി ആ കാര്യം വ്യക്തമാക്കുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു അതിശയവും ഞെട്ടലുമുണ്ട്. അവരെ നോക്കിയിട്ട് ഷെൻഹാരി നീലോട് പറഞ്ഞു, മിസ് ഗ്രീ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും അതുപോലെ മാർഷൽ ആർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളൊക്കെ നമുക്ക് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. അങ്ങനെ ഹാരി പറഞ്ഞതും സിയ ഉറക്കെ പറഞ്ഞു, ഞാൻ അതല്ല ആലോചിക്കുന്നത്. ശരിക്കും നമ്മുടെ ഈ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് എന്താണ് വിൽക്കാൻ പോകുന്നത്? എന്തെങ്കിലുമൊക്കെ വാങ്ങുകയും വെക്കുകയും ചെയ്യുമ്പോഴേ ഒരു ആക്ടിവിറ്റി ആവുള്ളൂ. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ ഇതുവരെയും ഒരു സാധനവും വിൽക്കാൻ വേണ്ടി എത്തിയിട്ടില്ല. അതിനെക്കുറിച്ചാണ് സിയ സൂചിപ്പിച്ചത്. സോനയും യഥാർത്ഥത്തിൽ ആലോചിക്കുന്ന അത് തന്നെയാണ്. അവൾ മാർക്കറ്റിംഗ് ഹെഡാണ്. എന്ത് സാധനമാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് മാത്രം അവർക്ക് ഇതുവരെ അറിയത്തില്ല. അവരുടെ ആ അവസ്ഥ മനസ്സിലാക്കിയ ഷെൻഹാരി അവരോടായി പറഞ്ഞു, റൂട്ട് കുടുംബത്തിനൊപ്പം 6 മാസത്തിനകം നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ പല വഴികൾ നോക്കേണ്ടി വരും. ഒന്നാമത്തെ വഴി നല്ല പ്രോഡക്റ്റുകൾ മറ്റ് കമ്പനികൾ ഉണ്ടാക്കുന്നത് വാങ്ങി മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് പൂർണ്ണമായും മാർക്കറ്റിലേക്ക് ഇറങ്ങണമെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പണം വിവിധ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണം, അവരെ വളർത്താൻ സഹായിക്കുക. അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു, അതിന് ലാഭവിഹിതം നമ്മളുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ ഫിനാൻസ് മേഖലയിൽ ശക്തമാവുകയും അങ്ങനെ നമ്മൾ ഉയരുകയും ചെയ്യും. ഷെൻഹാരി 2 ഓപ്ഷനും അവതരിപ്പിച്ചു. ഒന്നുകിൽ ക്യാപിറ്റൽ കളക്ട് ചെയ്ത് വിവിധ സ്ഥാപനങ്ങളുമായി ഷെയർ ചെയ്ത് ആ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ അവർക്കൊപ്പം പങ്കാളിയാവുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങി മാർക്കറ്റ് ചെയ്യുക. ഈ 2 ഓപ്ഷനുമേ ഇപ്പോൾ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ മുന്നിലുള്ളൂ. ഷെൻഹാരി പറഞ്ഞ ആ കാര്യം സ്വാഭാവികമായും ബാക്കിയുള്ള ആളുകളൊക്കെ അംഗീകരിച്ച ആ സമയത്ത് നീല് അയാളുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് 2 പേപ്പറുകൾ എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. അതിൽ ഒന്നാമത്തെ പേപ്പർ നീല് മുന്നോട്ട് നീക്കി വെച്ചിട്ട് എല്ലാവരുടെയും പറഞ്ഞു, നമ്മൾ ആരുടെയും കമ്പനിയിൽ പണം നിക്ഷേപിക്കാൻ പോകുന്നില്ല. 2, നമ്മൾ ആരുടെ പ്രോഡക്റ്റും എടുത്ത് മാർക്കറ്റ് ചെയ്യുന്നുമില്ല. നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് തന്നെ മാർക്കറ്റ് ചെയ്യും. മിസ്റ്റർ ഗ്രീ, താങ്കൾ പറയുന്നത്? ഹാരി പെട്ടെന്ന് ചോദിച്ചു പോകണം. അതെ മിസ്റ്റർ ഹാരി, നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നീല് മേശപ്പുറത്ത് വെച്ച ആ പേപ്പറുകളിൽ ആദ്യത്തത് കയ്യിലെടുത്തു. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന ഹെഡിങ് നീല് തിരിച്ച് എല്ലാവരെയും കാണിച്ചു. ഇന്റർമീഡിയറ്റ് ഹെൽത്ത് ലോഷൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ആ പേര് വായിച്ചതും നീല് ആ പേപ്പർ മേശപ്പുറത്ത് വെച്ചിട്ട് അവരോടായി പറഞ്ഞു, ഇത് ഒരു ലോഷനാണ്. ഈ ലോഷൻ എങ്ങനെ നിർമ്മിക്കണമെന്നും അതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുമുള്ള വിവരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ലോഷൻ നമുക്ക് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാം. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് പോലുള്ളൊരു സ്ഥാപനം ഒരു ലോഷൻ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്തുകൊണ്ട് വിപണിയിലേക്ക് കടക്കുന്നതാണ് നല്ലതെന്ന് നീല് പറഞ്ഞപ്പോൾ സോനയുടെയും സിയുടെ മുഖം ശരിക്കും വിളറി. ഒരുപാട് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുകയും അത് മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്ത 2 കക്ഷികളാണ് അവിടെ ഇരിക്കുന്നത്. ഷെൻഹാരിയും അതുപോലെ നോർത്ത് നെയിം കോർപ്പറേഷനിലെ ആ ആളുകളൊക്കെ അമ്പരപ്പോടെ നീലിനെ നോക്കുകയാണ്. വെറുമൊരു ലോഷൻ, അതാണ് വലിയ ഉൽപ്പന്നമായി നീല് അവതരിപ്പിച്ചിരിക്കുന്നത്. അവരുടെ മുഖത്ത് അമ്പരപ്പ് നീലും കാണുന്നുണ്ട്. നീല് അവരോടായി പറഞ്ഞു, ഇത് ഒരു ബോഡി ലോഷനാണ്. ഈ ബോഡി ലോഷൻ സ്ത്രീകൾ ഉപയോഗിച്ചാൽ അവര് 3 വർഷം കൂടി ചെറുപ്പമാകും. നീല് ആ ഡയലോഗ് പറഞ്ഞതും പെട്ടെന്ന് ആ ഗ്രൂപ്പിന് ഒരു ഇളക്കം. മിസ്റ്റർ ഗ്രീ, താങ്കൾ പറയുന്നത് വാസ്തവമാണോ? ഇത് തേക്കുന്ന ആള് കൂടുതൽ ചെറുപ്പമാകുന്നാണോ പറയുന്നത്? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നീല് പറഞ്ഞതും ആ എൻ്റെ ടീമിനും വല്ലാത്തൊരു ആവേശം ഉണ്ടായി. പക്ഷെ പെട്ടെന്ന് സിയെ ചോദിച്ചു, ഹേയ് നീൽ, ഇത് വലിയ മാർക്കറ്റാണ്. ഈ മാർക്കറ്റിലേക്ക് നമ്മൾ ഇതുപോലെ ബേസ് ഇല്ലാത്ത ഒരു ഉൽപ്പന്നം ഇറക്കാൻ പാടില്ല. അങ്ങനെ സിയെ പറഞ്ഞതും ഷെൻഹാരി സിയോടും കൂടുതലുള്ള ആളുകളോടായി പറഞ്ഞു, നോക്ക്, മിസ്റ്റർ ഗ്രീ അവതരിപ്പിക്കുന്ന ഉൽപ്പന്നം അത് 100% സത്യസന്ധമാണെന്നും ആ ഉൽപ്പന്നം മിസ്റ്റർ ഗ്രീ പറയുന്ന അതേ ഫലം നൽകുമെന്നും ഉറപ്പ് നൽകാൻ എൻ്റെ ജീവിതമാണ് സാക്ഷ്യപത്രം. ക്യാൻസറിന്റെ അവസാന സ്റ്റേജിൽ എത്തിയിരുന്ന വ്യക്തിയാണ് ഷെൻഹാരി. ഷെൻഹാരിയെ മരണക്കിടക്കയിൽ നിന്ന് തിരിച്ചു പിടിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ശൈലിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് സാക്ഷാൽ നീൽ ഗ്രീയാണ്. നീൽ ഗ്രീയുടെ മരുന്നുകളും. അതുകൊണ്ട് തന്നെ നീല് പറയുന്ന കാര്യം 100% വാസ്തവമാകും എന്ന് ഷെൻഹാരിക്ക് നല്ല ഉറപ്പാണ്. ഷെൻഹാരി അങ്ങനെ തീർത്തു പറഞ്ഞതും സോനസിയും ഒന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് അവിടെ മേശപ്പുറത്തിരിക്കുന്ന പേപ്പർ അവർ കയ്യിലെടുത്തു. ആ പേപ്പറിന്റെ മറുഭാഗത്ത് വളരെ വിശദമായിട്ട് നീല് ആ പ്രോഡക്റ്റ് എന്താണെന്നും ആ പ്രോഡക്റ്റ് ഒരാൾ ഉപയോഗിച്ചാൽ എങ്ങനെയാണ് ആ വ്യക്തിയിൽ ആ പ്രോഡക്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതെന്നും അത് ബോഡിയിൽ എങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്നതെന്നും
ആ ചേഞ്ച് ആ വ്യക്തിയുടെ യുവത്വം എങ്ങനെ കൊണ്ടുവരുമെന്നൊക്കെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചതിന് ശേഷം അവസാനം ആ പ്രോഡക്റ്റിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസും അത് എങ്ങനെ ഉണ്ടാക്കാമെന്നും നന്നായി എഴുതിയിട്ടുണ്ട്. ശരിക്കും ഒരു അടിപൊളി ഉൽപ്പന്നത്തിന്റെ അടിപൊളി ഫോർമുലയാണ് നീല് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ ഒരു തവണ നീല് ടിഷ്യൂ പേപ്പറിന്റെ പുറത്ത് ഒരു കുറിപ്പ് എഴുതിയത് സോനയും അതുപോലെ സിയും കണ്ടിട്ടുണ്ട്. അന്ന് അത് ഒരു തമാശയായിട്ടാണ് സോന കണ്ടിരുന്നത്. സിയുടെ കൂടെയുള്ള ആളുകൾ ആ കുറിപ്പിൽ കാര്യമുണ്ടെന്ന് കണ്ടെത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ സോന അന്ന് ഞെട്ടുകയാണ് ഉണ്ടായത്. ഇപ്പോ ഷെൻഹാരി നീല ഉൽപ്പന്നത്തിന് 100% ഗ്യാരണ്ടി പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷെ ഷെൻഹാരിയുടെ ആ അഷുറൻസിന് അപ്പുറത്തേക്ക് ഇപ്പോ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നീല എഴുതിയിരിക്കുന്ന വിവരങ്ങൾ വായിക്കുന്ന അവർക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വരികയാണ്. ആ ശൈലിയിൽ പ്രോഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസും അതിന്റെ ആ കോമ്പിനേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഒരാൾ എഴുതണമെങ്കിൽ അയാൾക്ക് ആ വിഷയത്തിൽ അസാമാന്യമായ അറിവുണ്ടായിരിക്കണം. നീലിന്റെ കയ്യിൽ എവിടെ നിന്നോ ഈ സാധനങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവർ ആലോചിക്കുമ്പോൾ നീല് രണ്ടാമത്തെ പ്രോഡക്റ്റിന്റെ മെയിൻ ഷീറ്റ് എല്ലാവരെയും ഒന്ന് ഉയർത്തി കാണിച്ചു. ഇത് രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പില്ലാണ്. ഇത് കഴിക്കുന്ന ഒരാളുടെ ആയുസ് ഏറ്റവും കുറഞ്ഞത് 5 വർഷം കൂട്ടിക്കിട്ടും. നീല ആ വാചകം പറഞ്ഞതും ശരിക്കും അവിടെ ഇരിക്കുന്ന സദസ്സ് വാ പൊളിച്ചു പോവുകയാണ്. ശരിക്കും ഒരാളുടെ ആയുസ് 5 വർഷം കൂട്ടിക്കിട്ടുക എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകില്ലെങ്കിലും പ്രായം ഏറി വരുന്ന ആളുകൾക്ക് അത് വല്ലാത്ത ആവശ്യം നൽകുന്ന ഒരു കാര്യമാണ്. ഒരാളുടെ ലൈഫ് 5 കൊല്ലത്തേക്ക് കൂട്ടിക്കൊടുക്കാൻ ആ ഗുളിക വഴി കഴിയുമെന്നാണ് നീല് പറഞ്ഞത്. അത് കണ്ടിട്ട് തന്നെ ഷെൻഹാരി എല്ലാവരോടായി പറഞ്ഞു, മിസ്റ്റർ ഗ്രീ വിചാരിച്ചാൽ 5 അല്ല 50 കൊല്ലം ആയുസ് നീട്ടാനുള്ള മരുന്ന് വരെ ഉണ്ടാക്കാൻ പറ്റും. 50 കൊല്ലത്തെ ആയുസ് നീട്ടാൻ കഴിയുന്ന ഗുളിക നീലിന്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഷെൻഹാരി. ആ ഗുളിക കഴിച്ച നിമിഷം മുതൽ ശരിക്കും ഒരു വല്ലാത്ത ഊർജം ഷെൻഹാരിക്ക് ഉണ്ട്. ഷെൻഹാരിയുടെ ശരീരത്തിലെ ഓരോ കോശവും കൂടുതൽ ചെറുപ്പമായതായി ഷെൻഹാരിക്ക് സ്വയം ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഷെൻഹാരി പ്രായമാകുന്നില്ല എന്ന് തന്നെ പറയാം. അയാള് യുവത്വം വീണ്ടെടുത്തിരിക്കുകയാണ്, കൂടുതൽ ചെറുപ്പമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീല് ഇപ്പൊ അവതരിപ്പിക്കുന്ന ഈ ഗുളിക ഒരു സംഭവമായി മാർക്കറ്റിൽ മാറുമെന്ന് നോർത്ത് നൈൻ കോർപ്പറേഷന്റെ CEO ആയ ഷെൻഹാരിക്ക് 100% ഉറപ്പാണ്. അദ്ദേഹം അക്കാര്യം പറഞ്ഞതും സിയും സോനയും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ആ 2 പ്രോഡക്റ്റും വഴി ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് റിവർ സിറ്റിയിൽ വിപ്ലവം ഉണ്ടാക്കുമെന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞു. മറ്റാർക്കുമില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് നീല് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു മോണോപ്പൊളി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഉൽപ്പന്നങ്ങൾ വഴി ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന് ഉണ്ടാകുകയും ചെയ്യും. ഒരെണ്ണം ആളുകളെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരുമെങ്കിൽ മറ്റൊന്ന് ആളുകളുടെ ആയുസ് കൂട്ടുന്നതാണ്. രണ്ടിനും ആവശ്യക്കാര് ഉറപ്പായും ഉണ്ടാകും. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പ് ചോദിക്കുന്നതായിരിക്കും അതിന്റെ വില. ആ മരുന്ന് വേറെ ആരുടെ കയ്യിലും ഉണ്ടാകത്തുമില്ല. അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കൈവശമിരിക്കുന്ന സ്ഥാപനം മാർക്കറ്റ് ലീഡറായി മാറാൻ അധികം സമയം വേണ്ടി വരില്ല എന്ന് സിഎക്ക് നന്നായിട്ട് അറിയാം. ആ മീറ്റിംഗ് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നീല് എല്ലാവരോടായി പറഞ്ഞു, ഇനി നമുക്ക് ഈ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, മാർക്കറ്റിംഗ് ചുമതല സോന തന്നെ ഏറ്റെടുക്കണം. സോന മാഗ്നിഫിഷിംഗ് ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ആയിരുന്നതുകൊണ്ട് ആ ചുമതല അവൾക്ക് സിമ്പിളായ ഒന്നായി തോന്നി. സോന, മാഗ്നിഫിഷിംഗ് ഗ്രൂപ്പിൽ നിനക്ക് ലഭിച്ചിരുന്ന ശമ്പളത്തിന്റെ 10 ടൈംസ് ആയിരിക്കും ഇവിടെ നിന്റെ ശമ്പളം. മാഗ്നിഫിഷിംഗ് ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ഹെഡായി താൻ നേടിയ ശമ്പളത്തിന്റെ 10 മടങ്ങ് നീല് തനിക്ക് നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടലിന് പകരം സോനയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയ വിരിഞ്ഞത്. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീല് വെറുതെ ഒരു വാചകം പറഞ്ഞതാണ്. 10 മടങ്ങ് ശമ്പളമൊക്കെ കൊടുക്കണമെങ്കിൽ കമ്പനി വളരെ വലുതായിട്ട് വളരണം, ഒരുപാട് പണം നേടണം, 100,000 കാര്യങ്ങളുണ്ട്. സോനയ്ക്ക് ആ മാർക്കറ്റിംഗ് ചുമതല ഏൽപ്പിച്ചതിന് ശേഷം നീലിന്റെ ശ്രദ്ധ സിയിലേക്ക് പറഞ്ഞു. അത് കണ്ടതും സിയെ പറഞ്ഞു, നീൽ, ഞാൻ ഒരു പൊസിഷനും തൽക്കാലം ഏറ്റെടുക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെറ്റിൽ ആകുന്നവരെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും വേണ്ട. അങ്ങനെ സിയെ പറഞ്ഞതും നീൽ സിയെ നോക്കി ചിരിച്ചിട്ട് എല്ലാവരോടായി പറഞ്ഞു, ഈ കമ്പനിയുടെ CEO മിസ്റ്റർ ഷെൻഹാരി ആയിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റിംഗ് ഹെഡ് സോനാസാണ്. ഈ കമ്പനിയുടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് ചുക്കാൻ പിടിക്കുന്നത് സിഎ ആയിരിക്കും. സിഎക്ക് വീറ്റോ പവർ ഉണ്ടാവും. ആ കമ്പനിയിൽ വീറ്റോ പവർ ഉള്ള ഏക വ്യക്തി സി ആയി മാറുകയാണ്. ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞതും നീല് ഷെൻഹാരിയോട് പറഞ്ഞു, മിസ്റ്റർ ഹാരി, നമുക്ക് പ്രൊഡക്ഷൻ ആരംഭിക്കണമെങ്കിൽ ഫാക്ടറി അനിവാര്യമാണ്. ഉടൻ ഒരു ഫാക്ടറി സ്ഥാപിച്ച്
ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സമയമെടുക്കുന്ന കേസാണ്. അതിന് പകരം ഏതെങ്കിലും ഫാക്ടറി വിലക്കെടുത്താൽ അതാകും എളുപ്പം. പക്ഷെ ഗ്രീ അക്കാര്യം ഞാൻ ഏറ്റു. ഷെൻഹാരിക്ക് ഇപ്പോൾ വല്ലാത്ത ആത്മവിശ്വാസമാണ്. മാർക്കറ്റിൽ ഇതുവരെ ലഭ്യമല്ലാത്ത, എന്നാൽ മാർക്കറ്റിൽ ചൂടൊപ്പം പോലെ വിറ്റുപോകുന്നതുമായ 2 പ്രോഡക്ട്സ് ആണ് അവർ ഇറക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ആലോചിച്ച ഹാരി ഗ്രീയോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, ഒരേ ഒരു മാസം അതിനുള്ളിൽ നമ്മൾ പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കിയിരിക്കും. നോർത്ത് നൈം കോർപ്പറേഷനെ ശുദ്ധശൂന്യതയിൽ നിന്ന് ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ ഷെൻഹാരിക്ക് കഴിഞ്ഞുവെങ്കിൽ ഇത് ഉറപ്പായും കഴിയുമെന്ന് ഷെൻഹാരിക്ക് 100% ഉറപ്പാണ്. ഹാരിയുടെ ആ ആത്മവിശ്വാസം ആ എൻ്റെ ടീമിലും വ്യാപിച്ചിട്ടുണ്ട്. സിയ ഹാരിയെ പോലെ ഒരാളോടൊപ്പം ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സിയ യഥാർത്ഥത്തിൽ റൂട്ട് കുടുംബത്തിലെ ബിസിനസ് കണ്ടും കേട്ടും വളർന്ന കുട്ടിയാണ്. ഹാരി ആണെങ്കിൽ ഒരു പത്രപ്രവർത്തനായി തുടങ്ങി പിന്നീട് എഡിറ്ററായിട്ടും ചീഫ് എഡിറ്ററായി മാറിയതിനു ശേഷമാണ് ബിസിനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഒരു ബിസിനസ്സുകാരനായി മാറുന്നതും. രണ്ടുപേരുടെയും പാത്തുകൾ വ്യത്യസ്തമാണ്. പക്ഷെ രണ്ടുപേരും ഇപ്പോൾ ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിനെ വരുന്ന 6 മാസങ്ങൾ കൊണ്ട് റൂട്ട് കുടുംബത്തിന്റെ മുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അവർ കടക്കുന്നത്. അത് ഏകദേശം ഒരു 10 മണിയായി ആ മൂവർ സംഘം അവിടെ നിന്ന് ഗ്രാൻഡ് സിറ്റി അപ്പാർട്ട്മെന്റിൽ മടങ്ങിയെത്തിയപ്പോൾ 3 പേരും വല്ലാത്ത സന്തോഷത്തിലാണ്. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ മനോഹരമായിട്ട് ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ആ ഇനാഗുറേഷൻ നടന്നു. അതിനുശേഷം അമ്പരപ്പിക്കുന്ന 2 പ്രോഡക്റ്റുകൾ നീല് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നീല് ആ പ്രോഡക്റ്റുകൾ അവതരിപ്പിച്ചതും രാവിലെ തികച്ചും അപ്രതീക്ഷിതരായ VIP-കളെ അവിടെ എത്തിച്ചതൊക്കെ സി ഒരുപാട് സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. സോന ബാത്റൂമിലേക്ക് കയറിയതും സിയ നീലിനോട് പറഞ്ഞു, നീൽ, ശരിക്കും എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. നീൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അന്ന് ആ ക്ലൗഡ് ലേക്ക് മാനറിലെ സംഭവത്തിന് ശേഷം നീ നദിയിൽ വീണത് എല്ലാവരും അറിയുന്ന കാര്യമാണ്. നീ ആ നദിയിലൂടെ ഒഴുകി കടലിലൊങ്ങോ പോയി കാണുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ നീ രക്ഷപ്പെട്ടു. എനിക്കറിയേണ്ടത് അതിനുശേഷം 8 വർഷം നിന്നെ ആരും കണ്ടിട്ടില്ല. നീ എവിടെയായിരുന്നു? സിയ, അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നീട് ഒരു അവസരത്തിൽ നിനക്ക് ഞാൻ അതൊക്കെ പറഞ്ഞുതരാം. അങ്ങനെ നീല് സിയോട് പറയുമ്പോഴാണ് അവിടേക്ക് സോന ഓടി വന്നത്. നീൽ, വേഗം റെഡിയാവും, നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. അത് കേട്ടതും സിയ ചോദിച്ചു, എന്താ സോന? സിയ, ഞങ്ങൾ ഇപ്പോൾ വരാം. അങ്ങനെ പറഞ്ഞ സോന അതിവേഗം ഡ്രസ് ചെയ്യുന്ന കണ്ടതും നീലും പെട്ടെന്ന് ഡ്രസ് ചെയ്തു. എന്തോ ഒരു അത്യാവശ്യം വന്നിരിക്കുന്നുവെന്ന് അവളുടെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ട്. സിയെ അവിടെ ആക്കിയിട്ട് സോനയും നീലും കൂടി പുറത്തിറങ്ങി ഒരു ടാക്സി വിളിച്ചു. ടാക്സി കയറിയതും സോന ആ ഡ്രൈവറോട് പറഞ്ഞു, റിവർ സിറ്റി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വേഗം പോ. റിവർ സിറ്റി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി എന്ന് സോന പറഞ്ഞപ്പോ നീല് സോനോട് ചോദിച്ചു, അല്ല സോന, നമ്മളെന്തിനാ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു? നീൽ, ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? നീൽ, എന്നെ ഇപ്പൊ വിളിച്ചത് ആൻ ഷാങ് ആണ്. അങ്കിൾ വാങ്ങിന്റെ ഭാര്യയാണ് ആൻ ഷാങ്. ആ ദമ്പതികളെ നീലിന് നല്ല പരിചയമാണ്. ഏയ് ആന്റി, എന്തിനാ വിളിച്ചേ? നീൽ, നീ ബഹളം വെക്കാതെ. നിനക്ക് വിക്കി അറിഞ്ഞൂടെ? വിക്കി അറിയാൻ വയ്യാത്തത്? ആന്റിയുടെ മോനല്ലേ വിക്കി? അതെ, അവൻ നമ്മുടെ ജൂനിയർ ആയിരുന്നു. എനിക്കറിയാം, അവൻ എന്നെ വലിയ കാര്യമായിരുന്നു. സകല ആളുകളും നീലിനെ ഒറ്റപ്പെടുത്തുന്ന ആ സ്കൂൾ കാലഘട്ടത്തിൽ നീലിനൊപ്പം നിൽക്കാനും നീലിനെ മനഃപൂർവ്വം സന്തോഷിപ്പിക്കാനായി നീലിനെ വിളിച്ച് അവന്റെ കടയിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാനും ഒക്കെ അന്ന് മനഃപൂർവ്വം വിക്കി ശ്രമിച്ചിരുന്നു. വിക്കി വാങ് നീലിന്റെ ഒരു വലിയ ദോസ്താണെന്ന് പറയാം. ആ വിക്കിയെ കുറിച്ചാണ് സോന ചോദിച്ചത്. അല്ല സോന, നീ എന്താ പറഞ്ഞു വരുന്നത്? വിക്കിക്ക് എന്തെങ്കിലും പറ്റുമോ? നീൽ, വിക്കി ഇവിടെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്. അവൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഇപ്പോ ആ ഹോസ്റ്റലിൽ നിന്നാ ആന്റി വിളിച്ചത്. അവിടെ എന്തോ വിഷയം ഉണ്ടായിട്ടുണ്ട്. വിക്കിക്ക് പരിക്കേറ്റിരിക്കുകയാണ്. പക്ഷേ വിക്കിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആരും സമ്മതിക്കുന്നില്ലെന്ന് ആന്റി എന്നോട് പറഞ്ഞത്. ആന്റി എങ്ങനെയെങ്കിലും ആന്റിയെ സഹായിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത്. വിക്കിയുടെ അമ്മയിൽ നിന്ന് സോന അറിഞ്ഞ കാര്യങ്ങൾ സോന നീലുമായി പങ്കുവെച്ചപ്പോ നീല് ശരിക്കും അന്തം വിട്ടു പോവുകയാണ്. അല്ല, വിക്കി ആരാ ആക്രമിച്ചത്? നീൽ, അതേക്കുറിച്ച് എനിക്ക് ഒരു പിടിയില്ല. എന്തായാലും അവര് അല്പസമയം കഴിഞ്ഞപ്പോ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിനടുത്തെത്തി. ടാക്സി വിട്ടിട്ട് അവര് ഗേറ്റിന്റെ അടുത്ത് വന്നപ്പോ അവിടെ സെക്യൂരിറ്റി ഗാർഡുകൾ കാവൽ നിൽക്കുകയാണ്. സോന ആ സെക്യൂരിറ്റി ഗാർഡിന്റെ അടുത്ത് നിന്നിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങള് ഈ കോളേജിലെ സ്റ്റുഡൻസ് ആണ്, സിനിമയ്ക്ക് പോയപ്പോ താമസിച്ചു പോയി, ഞങ്ങളൊന്ന് അകത്തേക്ക് കടത്തി വിടണം. ഏയ്, ഇന്നിനി ആരെയും കടത്തത്തില്ല. ചേട്ടാ, അതെന്താ അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കടത്തേ പറ്റൂ. നോക്ക്, ഇപ്പോ ഹോസ്റ്റലിൽ ആരെയും കടത്തിവിടില്ല. ആ സെക്യൂരിറ്റി ഗാർഡിൽ ഒരാൾ അങ്ങനെ തീർത്തു പറഞ്ഞതും നീല് അയാളുടെ അടുത്തേക്ക് വന്നു. അതെന്താ കടത്തിവിടാത്ത? നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? സെക്യൂരിറ്റി ഗാർഡ് ഉടൻ മറു ചോദ്യം നീലിനോട് ചോദിച്ചു. സോനയും ആകെ പെട്ടു നിൽക്കുകയാണ്. അകത്ത് എന്തോ വിഷയമുണ്ട്. ആ വിഷയം മറ്റാളുകൾ അറിയാതിരിക്കാനാണ് ആ സെക്യൂരിറ്റി ഗാർഡുകൾ മനഃപൂർവ്വം അവരെ തടയുന്നത്. സെക്യൂരിറ്റി ഗാർഡുകൾ ഗേറ്റിനകത്തുനിന്ന് സംസാരിക്കുന്നത്. ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. നീല്
പെട്ടെന്ന് തിരിഞ്ഞ് ആ ഗേറ്റിന് നടുക്ക് വന്നു. ആ ഗേറ്റിന് നടുക്ക് വന്ന നീല് 2 കൈ കൊണ്ട് ആ ഗേറ്റിൽ പിടിച്ചു. ഗേറ്റിൽ പിടിച്ച് നീല് പെട്ടെന്നാണ് ആ ഗേറ്റ് ഒന്ന് കുലുക്കിയത്. ഗേറ്റ് ഒന്ന് കുലുക്കിയിട്ട് നീല് കൈ അനക്കിയതും നീലിന്റെ കൈക്കൊപ്പം ആ ഗേറ്റ് ഇങ്ങനെ ഇളകി വരികയാണ്. ആ ഇളകിയ ഗേറ്റുമായി നീല് ആ കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് കടന്നു. നീലിന്റെ കൈയിലേക്ക് ആ ഗേറ്റ് എങ്ങനെ ഇളകി വന്ന ആ നിമിഷത്തിൽ ആ സെക്യൂരിറ്റി ഗാർഡുകൾ സ്തംഭിച്ച് ആ കാഴ്ച ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു കൂറ്റൻ ഇരുമ്പ് വാതിലാണ് ആ ചെറുപ്പക്കാരൻ വളരെ കൂളായി ഇളക്കി കയ്യിലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. കയ്യിലിരിക്കുന്ന ഗേറ്റ് നീല് പെട്ടെന്നാണ് ആ ഇടതുവശത്തേക്ക് അങ്ങ് ഇട്ടത്. ആ ഗേറ്റ് വീണത് ആ സെക്യൂരിറ്റി ഗാർഡുകളുടെ പുറത്തേക്കാണ്. തികച്ചും അപ്രതീക്ഷിതമായി ആ ഗേറ്റ് ആ സെക്യൂരിറ്റി ഗാർഡിന്റെ പുറത്തേക്ക് വീണതും നീല് തിരിഞ്ഞ് സോനയെ നോക്കി. സോന ആ കാഴ്ച കണ്ട് ഒരു അക്ഷരം പോലും പറയാനാവാതെ അങ്ങനെ നിൽക്കുകയാണ്. നീല് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നടന്നു നിന്നിട്ട് അവളുടെ കൈ പിടിച്ചു. സോന ബാ. സോനയുടെ കൈ പിടിച്ച് നീല് നടക്കുമ്പോ സോന അവളുടെ ഇടത്തെ കണ്ണുകൊണ്ട് നീലിനെ തന്നെ നോക്കുകയാണ്. അവൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് അവൾ കണ്ടത്. ആ കൂറ്റൻ ഗേറ്റ് അങ്ങനെ എടുത്തു പൊക്കണമെങ്കിൽ 5-6 ആളുകൾ ഒരുമിച്ച് വിചാരിക്കണം. ഇവിടെ നീല് വളരെ കൂളായി ആ ഗേറ്റ് എടുത്ത് പൊക്കിയിരിക്കുകയാണ്. പൊക്കി മാറ്റാൻ കഴിയുന്ന ഗേറ്റാണ് നീല എടുത്ത് പൊക്കിയെന്നുള്ള കാര്യം സോനയ്ക്ക് അറിയാം. പക്ഷേ ഒറ്റയ്ക്ക് ഒരാള് അതെങ്ങനെ എടുത്തു പൊക്കും? സോനയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവര് നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ മുന്നിൽ ഒരു ആൾക്കൂട്ടം. ആ ആൾക്കൂട്ടത്തിന് ഒത്ത നടക്ക് സാക്ഷാൽ വിക്കി വാങ് കിടക്കുകയാണ്. വിക്കി വാങ്ങിന്റെ തൊട്ടടുത്ത് വിക്കി വാങ്ങിനെ താങ്ങി പിടിച്ച് ആന്റി ഷാങ് ഉണ്ട്. അവർക്ക് മുന്നിലായി ഒരു വടിയും പിടിച്ച് സാക്ഷാൽ അങ്കിൾ വാങ് നിൽക്കുകയാണ്. അങ്കിൾ വാങ്ങിൽ നിന്ന് ഏകദേശം ഒരു 4-5 മീറ്റർ മുന്നിലായി ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. അവൻ ഒരു പെൺകുട്ടിയുടെ വയറിലൂടെ കൈ ചേർത്ത് അവളെ ദേഹത്ത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഒരു റൊമാൻറ്റിക് കപ്പിൾ എന്ന് പറയാം. അവിടെ പുറകിലായി 2-3 ആളുകൾ നിൽപ്പുണ്ട്. അവരെ കാണുമ്പോൾ അറിയാം അവർ ആ യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥരാണ്. അതിന്റെ ചുറ്റുമായും ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. ആ ആളുകളൊക്കെ ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരൻ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ അങ്കിൾ വാങ്ങിനോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ എന്താണ് ചെയ്തതെന്ന് അറിയാവോ? അതിന് മറുപടി പറഞ്ഞത് വിക്കിയാണ്. നീ നുണ പറഞ്ഞ് അച്ഛനെയും അമ്മയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കില്ല. അങ്ങനെ വിക്കി പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ ഒന്ന് ചിരിച്ചു. നിനക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ പറഞ്ഞതും ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ വലതുഭാഗത്ത് നിൽക്കുന്ന 2 ആളുകളിലേക്ക് തിരിഞ്ഞു. അവർക്ക് കാര്യം മനസ്സിലായി. അവരുടൻ വിക്കിയുടെ അടുത്തേക്ക് നടന്നതും അങ്കിൾ വാങ് ആ വടി ഉയർത്തി അവനെ അടിക്കാൻ നോക്കി. ആ വടിയെ ഉയർത്തി അങ്കിൾ വാങ് അവനെ അടിച്ചു എന്നുള്ളതും സത്യമാണ്. പക്ഷേ അതിനിടയിൽ ഒരാള് അങ്കിൾ വാങ്ങിനെ ആഞ്ഞൊരു ചവിട്ടേറ്റ് അങ്കിള് ദൂരേക്ക് തെറിച്ചു. അങ്കിൾ വാങ് ദൂരേക്ക് തെറിക്കുന്ന കണ്ടതും ആൻ ഷാങ് ഓടി അങ്കിൾ വാങ്ങിന്റെ അടുത്തെത്തി അദ്ദേഹത്തെ പിടിച്ചെടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് വിക്കിയുടെ അടുത്തേക്ക് ആ 2 ഗുണ്ടകളും നടന്ന് എത്തിക്കഴിഞ്ഞു. അവര് വിക്കിയുടെ അടുത്തെത്തിയതും ആ ചെറുപ്പക്കാരൻ വിക്കിയോട് പറഞ്ഞു, വിക്കി, നിന്റെ ഒരു കൈ ഞാൻ തലി ഉടച്ചാൻ, പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. നീ എന്റെ പെണ്ണിനെ തൊട്ടത് നിന്റെ വലത് കൈ കൊണ്ടല്ലേ. ഞാൻ ചവിട്ടി ഓടിച്ചത് ഇടത് കൈയായിപ്പോയി. സോറി വിക്കി, സോറി, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അങ്ങനെ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ആ ഗുണ്ടകളോട് പറഞ്ഞു, വിക്കിയുടെ വലത് കൈ ഒന്ന് ഒടിച്ചേ. വളരെ ലാഘവത്തോടു കൂടിയാണ് ആ ചെറുപ്പക്കാരൻ ആ ഡയലോഗ് പറഞ്ഞത്. അയാൾ പറഞ്ഞ ഡയലോഗ് താഴെ വീണ് കിടക്കുന്ന അങ്കിൾ വാങ് കേട്ടു. പക്ഷെ അങ്കിൾ വാങ്ങിനെ എണീക്കാൻ പറ്റാത്ത സാഹചര്യം. ആന്റി ഷാങ്ങിന് തടയണമെന്നുണ്ട്. പക്ഷെ അവരെ എണീക്കാൻ ശ്രമിച്ചപ്പോ അവിടേക്ക് വേറെ 2 ഗുണ്ടകൾ കൂടി എത്തി. അവര് ആന്റി ഷാങ്ങിനെ അങ്ങ് തടുത്തു. ശരിക്കും ഷാങ്ങിനെയും വാങ്ങിനെയും ആ ഗുണ്ടകൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് വിക്കിയുടെ അടുത്തെത്തിയ ആ ഗുണ്ടകൾ വിക്കി നോക്കി ഒന്ന് ചിരിച്ചു. ആ ചെറുപ്പക്കാരൻ ആ പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിക്കിയോട് പറഞ്ഞു, നീ ഇവിടെ കയറി പിടിക്കുമല്ലേ? യുവി, എനിക്കറിയാം നീ എന്തിനാ ഇത് ചെയ്യുന്നെന്ന്. നീ എന്നുള്ള ആ ലൈബ്രറിക്കകത്ത് വെച്ച് ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ പോയപ്പോ ഞാൻ നിന്നെ അടിച്ചോടിച്ചതിന്റെ ദേഷ്യം നീ എനിക്കെതിരെ തീർക്കുന്നല്ലേ? യുവി, നീ എത്ര മറക്കാൻ ശ്രമിച്ചാലും സത്യത്തെ അങ്ങനെ മറക്കാൻ പറ്റില്ല. അത് കേട്ടതും യുവി ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, അവനെ വാ കൂടി ചവിട്ടി കൂട്ടണം. അങ്ങനെ യുവി പറഞ്ഞതും ആ ചെറുപ്പക്കാര് കാല് ഉയർത്തിയ ആ നിമിഷത്തിൽ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടോ. ശരിക്കും അലറുന്ന ശബ്ദം കേട്ട് ആ ചെറുപ്പക്കാർ നോക്കുമ്പോഴേക്കും കാറ്റ് പോലെ എന്തോ ഒന്ന് അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്താണ് ആ കാറ്റെന്ന് അവർക്ക് മനസ്സിലാകും മുമ്പ് ശരിക്കും ഒരു കറുത്ത രൂപം അവർ പാസ് ചെയ്തപോലെ അവർക്ക് തോന്നി. ആ നിമിഷത്തിൽ അവര് മറ്റൊരു കാഴ്ച കൂടി കണ്ടു. അവരോട് വിക്കി ചവിട്ടിക്കൂട്ടാനായി പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ അടുത്തുനിന്ന് തെറിച്ച് ദൂരേക്ക് പോകുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ ആ ഗുണ്ടകൾക്ക് ഒരു കാര്യം മനസ്സിലായി. അവരുടെ തൊട്ടു മുന്നിൽ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ അവരുടെ മുന്നിലേക്ക് വന്നതും അയാളുടെ കൈ ഒന്ന് ഉയർന്നതും അവര് തെറിച്ചതും അതിന്റെ കൂടെ അവര് മനസ്സിലാക്കുകയും ചെയ്തു. അവിടെ കൂടി നിൽക്കുന്ന ആളുകളും ആ യൂണിവേഴ്സിറ്റി അധികാരികളും ഒക്കെ ഈ കാഴ്ച കണ്ടിരുന്നു. പക്ഷെ വ്യക്തമായി അവര് കണ്ടു ചോദിച്ചാൽ ഇല്ല. ശരിക്കും എന്തോ ഒന്ന് പാസ് ചെയ്യും പോലെ അവർ കണ്ടു. അതിവേഗതയിൽ അവിടെ പാസ് ചെയ്തെത്തത്
സാക്ഷാൽ നീൽ ഗിരിയാണ്. നീല് സോനയ്ക്കൊപ്പം നടന്നു വരുമ്പോഴാണ് നീല് ആ കാഴ്ച കണ്ടത്. വിക്കിയെ ചവിട്ടാനായി കാലുയർത്തുന്ന ആ ഗുണ്ടകളെ കണ്ടതും സോനയുടെ കൈ വിട്ടിട്ട് നീല് മുന്നോട്ട് കുതിക്കുകയായിരുന്നു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ നീല് ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിലൂടെ പാഞ്ഞ് അവിടെ കയറി ആദ്യം ഇടിച്ചത് ആ പെണ്ണിനൊപ്പം നിന്ന ചെറുപ്പക്കാരനെ. അതിനുശേഷമാണ് നീല് വിക്കിയുടെ മുന്നിലുള്ള ആ ചെറുപ്പക്കാരുടെ അടുത്തെത്തിയത്. ആ ചെറുപ്പക്കാര് തെറിച്ചു കഴിഞ്ഞതും നീലിന്റെ ശ്രദ്ധ ആൻഡ് ഷാങ്ങിലേക്കും വാങ്ങിലേക്ക് തിരിഞ്ഞു. അവിടെ 2 ഗുണ്ടകൾ നിൽപ്പുണ്ട്. നീല് അവരെ ഒന്ന് നോക്കിയതും പെട്ടെന്ന് അവര് പുറകോട്ട് മാറി. ശരിക്കും അവരെ ആൾക്കൂട്ടങ്ങളിലേക്ക് ഓടിക്കയറി എന്ന് പറയാം. ഈ സമയത്ത് അവിടെ വീണ ആ ചെറുപ്പക്കാരൻ ചാടി എണീറ്റ് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരനെ ആ യൂണിവേഴ്സിറ്റിയുടെ ചുമതലക്കാരായി ഉണ്ടായിരുന്ന ആളുകൾ പിടിച്ചെണീപ്പിച്ചതാണ്. ആ ചെറുപ്പക്കാരൻ നെയിലൊന്ന് സൂക്ഷിച്ചിട്ട് ഉറക്കെ നെയിലിനോട് പറഞ്ഞു, നീ ആരെ കൈവച്ചെന്നറിയാവോ? അങ്ങനെ അവൻ ചോദിച്ച ആ ചോദ്യം അവസാനിക്കും മുമ്പ് അവന്റെ തൊട്ടടുത്ത് നീൽ എത്തിയിരുന്നു. നീല് കൈ ഉയർത്തി ഒരു അറ്റിയാടി. പടക്കം പൊട്ടും പോലെ അടിയേറ്റ് ആ ചെറുപ്പക്കാരൻ താഴേക്ക് വീഴുമ്പോൾ അവന്റെ കണ്ണിൽ കൂടി പൊന്നീച്ചകൾ പറക്കുകയാണ്. അവന് ശരിക്കും എന്താണ് സംഭവിക്കുന്ന ഒരു പിടിയില്ല. ഏതോ ഒരുത്തൻ അവിടേക്ക് കയറി വന്ന് അവനെ പൊതിരെ തല്ലുകയാണ്. അടുത്ത ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ആ ഗുണ്ടകളും ആ ചെറുപ്പക്കാരനും എണീക്കാൻ പോലും പറ്റാത്ത ശൈലിയിൽ അവിടെ കിടക്കുന്നതാണ്. അവരെ കൊല്ലാനുള്ള ദേഷ്യം നീലിലുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റി ആയിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ നീൽ അവരെ വെറുതെ വിട്ടതാണ്. അല്പസമയത്തിന് ശേഷം നീല് ആൻഡ് വാങ്ങിനെയും ഷാങ്ങിനെയും അതുപോലെ വിക്കിയും സോനയും ചേർത്ത് വിക്കിയും ഒരു സ്ഥലത്തേക്ക് ചേർത്തിരുത്തി. വിക്കിക്ക് എന്താണ് സംഭവിക്കുന്ന ഒരു പിടിയില്ല. ഒരു സുന്ദരനായ ചെറുപ്പക്കാരനും സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയും അവനെ രക്ഷിച്ചു എന്ന കാര്യത്തിൽ അവന് സംശയമൊന്നുമില്ല. അവൻ അന്തപ്പെട്ട് നിൽക്കുമ്പോൾ നീല് അവനോട് ചോദിച്ചു, വിക്കി നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ആ ചോദ്യം കേട്ടതും വിക്കി നീലിനൊന്ന് സൂക്ഷിച്ചിട്ട് നീലിനോട് ചോദിച്ചു, നീൽ അതേ നീല് തന്നെയാണ്. വിക്കി പെട്ടെന്ന് നീലിനെ കെട്ടിപ്പിടിച്ചു പോകണം. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് വിക്കി നീലിനെ കാണുന്നത്. എന്തായാലും വിക്കി നീലിനെ കെട്ടിപ്പിടിച്ചപ്പോൾ വിക്കിക്ക് ഒരു കാര്യം മനസ്സിലായി. അവനെ കെട്ടിപ്പിടിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അവന്റെ ഒരു കൈ ആ ചെറുപ്പക്കാരൻ ചവിട്ടി ഓടിച്ചതിന്റെ വേദന അവനുണ്ട്. അവനൊന്ന് കരഞ്ഞതും നീല് അവന്റെ കൈ ഒന്ന് പിടിച്ച് പതുക്കെ പതുക്കെ നേരെയാക്കി. നീല് വളരെ കൂളായിട്ട് ആ കൈ പിടിച്ചിടുകയാണ്. അത് കണ്ട വിക്കി അവനോട് ചോദിച്ചു, നീ ശരിക്കും മെഡിസിൻ പഠിച്ചു? ആ പഠിച്ചു. അങ്ങനെ പറഞ്ഞ നീല് അവന് കഴിക്കാനായി ഒരു ഗുളിക കൊടുത്തു. വിക്കി നീ ഇതൊന്ന് കഴിച്ചേ. ആ ഗുളി കഴിച്ചപ്പോൾ അവനൊരു ആശ്വാസമായി. കുറെ നേരം വിക്കിയും നീലും കൂടി സംസാരിക്കുമ്പോഴേക്കും സോന ആൻഡ് ഷാങ്ങിനോടും വാങ്ങിനോടും സംസാരിക്കുകയാണ്. അങ്കിൾ വാങ്ങിനോടും സംസാരിക്കുകയാണ്. ഇതിനിടയിൽ ബാക്കിയുള്ള ചെറുപ്പക്കാരൊക്കെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞു. അവര് അവിടെ നിന്നാൽ അവർക്ക് കൂടി തല്ലി കിട്ടുമെന്നുള്ളൊരു ഫീൽ അവർക്കുണ്ട്. സോന അവരുടെ സംസാരിക്കുന്നിടയിൽ നീല് അങ്കിൾ വാങ്ങിനും ഒരു ഗുളി കൊടുത്തു. സോന അങ്കിൾ വാങ്ങിനെയും ആൻഡ് ഷാങ്ങിനെയും ആശ്വസിപ്പിക്കുമ്പോൾ നീല് അവരോടായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് സോനയുമായി അവിടുന്ന് യാത്ര തിരിച്ചു. എന്നാൽ ആ സമയത്ത് നീൽ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ വിക്കിയുടെ കേസിൽ ഒരു തീരുമാനമായേനെ എന്ന ഒരു യാഥാർത്ഥ്യം അങ്കിൾ വാങ്ങും ആൻഡ് ഷാങ്ങും തിരിച്ചറിയുകയാണ്. അവര് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ സിയ നല്ല ഉറക്കത്തിലാണ്. സോനയുടെ ബെഡിൽ ഏതാണ്ട് കുറുകെ കിടക്കുകയാണ് സിയ. അത് കണ്ടതും സോന നീലിനോട് പറഞ്ഞു, നീൽ ഇനിയിപ്പോ സോയെ എണീപ്പിച്ച് അവിടെ കിടക്കാൻ പാടാണ്. ഞാൻ നിന്റെ കൂടെ കിടക്കാം. ഇതിനു മുമ്പ് അതുപോലെ കിടന്നിട്ടുള്ളത് കൊണ്ട് നീല് സോനെ അയാൾക്കൊപ്പം കിടക്കാൻ അനുവദിക്കുകയും ചെയ്തു. രണ്ടുപേരും ഉറങ്ങാൻ കിടന്നതും സോന നീലിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. സോനയ്ക്ക് ഇപ്പൊ ഒരു ഭയമുണ്ട്. അതുകൊണ്ടാണ് അവള് അങ്ങനെ ചേർന്ന് കിടക്കുന്നതെന്ന് അവളുടെ ദേഹം നീലിന്റെ പുറത്തു തൊടുമ്പോൾ നീലിന് മനസ്സിലാകുന്നുണ്ട്. അവള് ശരിക്കും ഒരു സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട്. നേരം വിളിക്കുമ്പോൾ ആദ്യം എണീക്കുന്നത് സോനയാണ്. സോന റെഡിയായി വന്നപ്പോഴേക്കും സിയ എണീറ്റ് വന്നു. സിയോടായി സോന ചോദിച്ചു, സിയ റെഡിയാകുന്നില്ലേ? നമുക്ക് ഹെവൻലി ഗ്രൂപ്പിലേക്ക് പോകണ്ടേ? ഞാൻ ഇവിടെ ഇരിക്കാം. നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കാം. നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോ. അങ്ങനെ സിയ പറഞ്ഞതും സോന നീലിനൊപ്പം അവിടെ നിന്ന് ഇറങ്ങി. നീല് സോനയെ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിൽ വിട്ടിട്ട് നേരെ പോയത് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. തലേദിവസം വിക്കിക്ക് ഉണ്ടായ അനുഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ വിക്കി മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നത് അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അതേക്കുറിച്ച് സംസാരിക്കാൻ രാവിലെ നീല് അവിടെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്. യൂണിവേഴ്സിറ്റിയിൽ വിക്കിയുടെ മുറിയിലെത്തിയ നീല് വിക്കിയോട് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തതിന്റെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിനുശേഷം നീൽ എഴുതിക്കൊണ്ടുവന്ന ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ വിക്കിക്ക് കൊടുക്കുകയും ചെയ്തു. വിക്കിയോടായി നീല് പറഞ്ഞു, വിക്കി നീ ഇത് നന്നായി വായിച്ച് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഇത് പൂർണ്ണമായി നശിപ്പിച്ച് കളയണം. നീ പഠിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം വേറെ ആരും അറിയാൻ പാടില്ല. ശരിക്കും വിക്കിയുടെ ശക്തി ഒരുപാട് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ടെക്നിക്കുകളാണ് ആ മാർഷൽ ആർട്സ് പ്രാക്ടീസിലൂടെ നീല് പകർന്നു നൽകുന്നത്. അതുകൊണ്ടാണ് അത് വേറെ ആളുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നീൽ എടുത്തത്. നീല് വിക്കിയും അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീലിന് ഒരു കോള് വന്നത്. കോള് ലിങ്ക്ഡിന്റെ ആണ്. ലിങ്ക്ഡിന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ട്.
ലിങ്ഡൺ നീലിനോടായി പറഞ്ഞു, ഹാൾമാസ്റ്റർ ക്ഷമിക്കണം, എനിക്ക് മിസ് സിയെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്ത്? ഹാൾമാസ്റ്റർ, മിസ് സിയ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. മിസ് സിയെ രക്ഷിക്കാൻ ശ്രമിച്ച നമ്മുടെ 3 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ലിങ്ഡന്റെ കൂടെയുള്ള ആളുകൾ അതിശക്തരാണ് എന്ന കാര്യം നീലിന് അറിയാം. അങ്ങനെയുള്ള 3 ആളുകളെ കൊന്നിട്ട് ആരോ സിയെ കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണ്. നീല് ലിങ്ഡനോട് പറഞ്ഞു, ഓക്കെ, ഇപ്പോ സി എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് എന്നെ വേഗം അറിയിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് വിക്കിയോടായി നീല് പറഞ്ഞു, വിക്കി, ഞാൻ ഇറങ്ങിയാണ്. വിക്കിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോ നീല് ആ കെട്ടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരൊറ്റ ജമ്പ്. നീല് ആ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടുന്ന ആ കാഴ്ച കണ്ട വിക്കി ഓടി ആ ബാൽക്കണിയുടെ അറ്റത്ത് വരുമ്പോ അവൻ കാണുന്നത് താഴെ കൂളായി ലാൻഡ് ചെയ്യുന്ന നീലിനെയാണ്. താഴെ ലാൻഡ് ചെയ്ത നീലിനെ കണ്ട വിക്കി വാ പൊളിച്ച് നീലിനെ നോക്കുമ്പോഴേക്കും നീൽ അതിവേഗം അവിടുന്ന് അങ്ങ് അപ്രത്യക്ഷമായി. നീല് റോഡിലെത്തുമ്പോൾ ലിങ്ഡന്റെ കാറ് നീലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതുവരെ യങ് മാസ്റ്ററുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ദ സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.